എനിക്ക് വെച്ചാൽ ഞാൻ ഈ റെഫറൻസും നിങ്ങൾ എത്ര പേര് റെഫറൻസുകളും കൈ കൊണ്ട് ഓടി നടക്കുന്നുണ്ട്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് ചാലഞ്ച് ചെയ്തോളൂ. ഓക്കെ, ഞാൻ പറയാം ഓക്കെ, ഞാൻ നെക്സ്റ്റ് ടൈം വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. നെക്സ്റ്റ് ടൈം ഇനി കൊണ്ടുവരാൻ പറ്റില്ല, ഞാൻ പറയും സി ഐ ഓക്കെ, അത് സോറി, ഞാൻ അതുള്ളപ്പോ സംസാരിക്കും രാജീവ്, അതിൽ എന്റെ ഒരു മാന്യത. അബി, യു വാണ്ട് ടു റെസ്പോണ്ട്? ഞാനിത് പുട്ട് ഫോർവേഡ് ചെയ്തു. അബി ഡോക്ടർ പറയട്ടെ, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതങ്ങ് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഒരു രാജീവ് ഒന്ന് മ്യൂട്ട് ചെയ്യാവും. മ്യൂട്ട് ആവുന്നില്ലല്ലോ. ഒന്നുകൂടെ നോക്കട്ടെ. കുഴപ്പമില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. മ്യൂട്ട് ചെയ്യും. എനിക്ക് എന്റെ ടച്ച് എന്തോ പ്രശ്നമായിട്ടിരിക്കുന്നു തോന്നുന്നു. ഒരു ജസ്റ്റ് നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യൂ, എന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ഇപ്പം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഒരു ഉദാഹരണം പറയാം, ഒരു കോംപ്ലക്സിറ്റീസും ഇല്ല. നമ്മുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്, ESR. അത് പല അസുഖങ്ങളിൽ, അതായത് ഒരു തുമ്മലോ ചീറ്റലോ ഉണ്ടെങ്കിലും അത് കൂടും, ഒരു ക്യാൻസർ ഉണ്ടെങ്കിലും അത് കൂടും. അങ്ങനത്തെ ഒരു സംഭവമാണ് ESR. അപ്പൊ ESR നോക്കിയിട്ട് നമുക്ക് ഒന്നും ആക്ച്വലി പറയാൻ പറ്റില്ല. ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണത്. അതുപോലെ തന്നെയാണ് ഈ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി. ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ബൈപോളാർ മെന്റൽ ഡിസീസിലും പ്രഗ്നൻസിയിലും ഓടുന്നവരിലും അത്ലീറ്റ്സിലും പ്രായമായവരിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇത്ര ഉള്ള ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു സംഭവം ഇല്ല. ഇതൊന്നും വലിയ വലിയ കാര്യങ്ങളല്ല. വി ആർ ബിയോണ്ട് ഓൾ ദാറ്റ്. അപ്പൊ ഈ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റിയും ഇത് പിന്നെയും പഠിക്കണം എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദർ ആർ ഇന്യൂമറബിൾ പബ്ലിക്കേഷൻസ് ഓൺ ദിസ്. ഇതെല്ലാം ജസ്റ്റ് ബേസിക് ഫിസിയോളജിയെ മാത്രം ബന്ധിപ്പിച്ചുള്ള പബ്ലിക്കേഷൻസും ആണ്. അതിനകത്തൊന്നുമില്ല. സോ ലെറ്റ് us മൂവ് ഫോർവേഡ് ടു അതർ ടോപ്പിക്സ്. ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഇനി നമ്മൾ സംസാരിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓഫ് നോ ഇമ്പോർട്ടൻസ് ഇൻ കറന്റ് ക്ലിനിക്കൽ പ്രാക്ടീസ്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഇവിടെ. ഒന്നുകൂടെ അത് ക്ലാരിഫൈ ചെയ്യാം. അതായത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു സാധനം അല്ല. ബയോളജിക്കൽ സിസ്റ്റംസിലെല്ലാം അതിൻ്റെതായ ഒരു ഇറഗുലാരിറ്റി ഉണ്ട്. ഈ ആറ്റമിക് വാച്ചിലെ ക്വാർട്സ് ക്രിസ്റ്റൽ പൾസേറ്റ് ചെയ്യുന്ന പോലെയോ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെയോ എന്നുള്ളൊരു സിസ്റ്റം ബയോളജിയിൽ ഒരിടത്തും ഇല്ല. അതിന് പിന്നെ എന്താണ് പറയുന്നത്, ലൈഫ് സിസ്റ്റംസിൽ തന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല. ഇറ്റ് ഈസ് അതായത് ഇറഗുലാരിറ്റിയാണ് കോമൺ നോം. പിന്നെ റെഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടാലാണ് അത്ഭുതപ്പെടേണ്ടതും കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഒരു നോൺ സ്പെസിഫിക് ഫൈൻഡിംഗ് ആണ്. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല ആരെയും. ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഡിസീസ് കണ്ടീഷൻസ്. അത്രേ ഉള്ളൂ. പല അസുഖങ്ങളിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരാന്നറിയോ? ടൈച്ചി, ചീഗോങ്, യോഗ ഇങ്ങനത്തെ പബ്ലിക്കേഷൻസിലാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ കാണുന്നത്. അവർ മെഡിറ്റേറ്റ് ചെയ്യും, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി കുറയും. അണ്ട് കുറെ ഓടാൻ പറയും, അത് കൂടും. ഇത്രയുള്ള സംഭവം. അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ കുന്തോന്നുമില്ല. ഈ ക്ലിനിക്കൽ ഇതില്ലാത്തവർക്ക് ഇതിൽ എന്തെങ്കിലും കൊണ്ടെന്ന് തോന്നും. കാരണം ഹ്യൂമൻ ബയോളജിയുടെ ബേസിക്സ് പോലും അറിഞ്ഞൂടാത്തവർക്ക് ഈ മാതിരി പാറ്റേൺസിൽ എന്തെങ്കിലുമൊക്കെ സീക്ക് ഔട്ട് ചെയ്യാൻ നോക്കും. കാരണം അവർക്ക് ഹ്യൂമൻ ബയോളജിയുടെ ABCD അറിഞ്ഞൂടാ. അതാണ് അതിനകത്തുള്ള ആകെയുള്ള ഒരു പ്രശ്നം. പാറ്റേണിസിറ്റി എന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ബിന്ദുവിലേക്ക് പോവാം. ബിന്ദു, പ്ലീസ് അൺമ്യൂട്ട്. ഹലോ, ഞാന് ഇനിയിപ്പം എന്ത് പറയണം? ആയുർവേദം ഒക്കെ എവിടെയോ പോയല്ലോ. അപ്പൊ ഇനിയിപ്പൊ അത് പറയണോ? എല്ലാരും ആ ആയുർവേദം ഫിസിക്സും ഒക്കെ ആയി. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹം ഇങ്ങനെ പല പല എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഹ്യൂമൻ ബോഡി ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണ്. അതിൽ ഏറ്റവും ലീസ്റ്റ് കോംപ്ലക്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യമാണ് ത്രിദോഷം. അതിന്റെ സബ്സിഡറീസ് ആയിട്ട് ബാക്കിയെല്ലാം കാണാം എന്നങ്ങോട്ടാണെന്ന് തോന്നുന്നു മിസ്റ്റർ രാജീവ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ എന്റെ ഒരു എല്ലാവർക്കും ഒരു മെസ്സേജ് ആയിക്കോട്ടെ എന്നുള്ള മട്ടിലാണ് തിക്താനുഭവം. എന്റെ പേരൻസിന് തന്നെയാണ്. എന്റെ അമ്മയ്ക്ക് നല്ല ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പം മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഞാനും എന്റെ ഹസ്ബൻഡും. അപ്പൊ ഞങ്ങളോട് മരുന്ന് പാരസെറ്റമോൾ ഒക്കെ കൊടുക്കുമ്പോൾ ഒന്നും പിന്നെ അത് നിൽക്കുന്നില്ല. അപ്പൊ മറ്റേ ഹയർ ഡോസ്, അങ്ങനത്തെ ഹയർ ആന്റി ഇൻഫ്ലമേറ്ററി ഒന്നും കൊടുക്കാൻ നമുക്കൊരു പേടി. അപ്പോഴേ അങ്ങനെ ഇരിക്കുമ്പോഴേ ആരോ പറഞ്ഞു ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ഒരു മാസം അവിടെ ചികിത്സിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആദ്യമേ പറഞ്ഞൊരു കണ്ടീഷൻ, അങ്ങനെ മരുന്നൊന്നും ഉള്ളി കഴിക്കരുത്. ദേഹത്ത് പുരട്ടുവോ കുഴമ്പധാര അങ്ങനത്തേതൊക്കെ എന്തെങ്കിലും ചൂട് പിടിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ, അത് കുഴപ്പമില്ല. അല്ലാതെ അരിഷ്ടം കഷായം അങ്ങനത്തെ ഒന്നും കുടിക്കരുത് എന്നൊക്കെയുള്ള പറിച്ച് അങ്ങനെ പോയി. ഒരു മാസം അവിടെ താമസിച്ചു. പക്ഷെ കുറെ പൈസയായി. അന്ന് അവിടെ ചെന്ന് ഈ കുറെ ഒരു മസാജിങ് എഫക്ട് കൊണ്ടൊക്കെ കുറച്ചൊരു വ്യത്യാസം വന്നു. പക്ഷെ അതിനകത്തിലെ പ്രശ്നം വന്നത് എന്താ വെച്ചാൽ, ഇവർ ഈ ഭയങ്കരമായ ഫുഡ് റെസ്ട്രിക്ഷൻ, കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കും ഫുഡ് റെസ്ട്രിക്ഷൻ വന്നിട്ട്. പക്ഷെ എനിക്ക് അതിനകത്തൊരു വിഷമം അതാണ്. ഞാനും അത് ഡിറ്റക്ട് ചെയ്തില്ല. തിരിച്ചു വന്നപ്പം ഭയങ്കര ക്ഷീണം. അപ്പൊ ക്ഷീണം വന്നപ്പം ആയുർവേദ ഡോക്ടർ തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതൊരു ഭയങ്കര കഠിനമായ ദേഹത്തൊക്കെ ഒരുപാട് ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ചെയ്ത് മസിലൊക്കെ ഇളകി, അപ്പം ഈ ജോയിന്റ് ഒക്കെ വളരെ സ്ട്രെങ്ത് ആയി, അതുകൊണ്ട് വന്നതാണ് ആ ക്ഷീണം. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും.
എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പം ആഹാരം വളരെ ഇതായിട്ട് ഫുഡ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു 3-4 മന്ത്സ് കഴിഞ്ഞാണ് നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രോപ്പ് ആയി. ഹീമോഗ്ലോബിൻ അതായത് ശരീരത്തിൽ അറിയാമല്ലോ അയൺ കണ്ടന്റ് കുറഞ്ഞിട്ട് ഹീമോഗ്ലോബിൻ ഡ്രോപ്പ് ആയി. അപ്പൊ ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയി. കാരണം 70 വയസ്സുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ കുറേ ടെസ്റ്റിങ്ങും ഇൻവെസ്റ്റിഗേഷൻ എല്ലാം അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫിസിഷ്യൻ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പറയുന്നത് ഈ ആയുർവേദത്തിൽ അന്ന് വളരെ ബ്ലാൻഡ് ആയിട്ട് എന്താണ്ട് വൈകിട്ട് എന്തോ ഒരു ഉലുവ കഞ്ഞി എന്നൊക്കെ പറഞ്ഞൊരു സാധനം, രാവിലെ അങ്ങനെ ആ ഡയറ്റ് ഇവർ ഇതിന് ശേഷവും ഫോളോ ചെയ്യുമായിരുന്നു. അപ്പൊ എന്ത് പറ്റി കഴിഞ്ഞാൽ അങ്ങ് അപ്പം പക്ഷെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു. ഇനി എന്തെങ്കിലും അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നോക്കി. പക്ഷെ എന്നിട്ട് നമ്മൾ വല്ലാതെ പേടിച്ചും പോയി. പിന്നാണ് അത് വളരെ ഗ്രാജുവലി പിന്നെ അയൺ ടാബ്ലറ്റ് ഒക്കെ കൊടുത്തൊക്കെ വളരെ കുറേശ്ശെ ഓൾമോസ്റ്റ് ലക്കിലി 1 വർഷം കൊണ്ട് അത് റിക്കവർ ചെയ്തു. പക്ഷെ ആ 1 വർഷം ഈ ഹീമോഗ്ലോബിൻ ഭയങ്കരമായി ഡ്രോപ്പ് ആയതുകൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് അങ്ങ് വീക്കായി. ഒന്നും ഓർമ്മക്കുറവ്, അങ്ങനെ അയൺ കുറഞ്ഞതിൻ്റെതായിട്ടുള്ള ഒരു ഓക്സിജനേഷൻ കുറഞ്ഞതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. എന്നിട്ട് ഒരു 1.5 ലക്ഷം രൂപയും ചിലവായി. അത് കഴിഞ്ഞ് വിത്തിൻ നോ ടൈം സിംറ്റംസ് എല്ലാം റിക്കവർ ചെയ്യുകയും ചെയ്തു. അപ്പൊ പിന്നെ പറഞ്ഞു എന്തോ വയറിളക്കാനായിട്ട് എന്തോ ഒരു മരുന്ന് തന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ കഴിക്കരുതെന്നല്ലേ പറഞ്ഞത്. പറഞ്ഞ മരുന്നല്ല, വയറിളക്കാൻ വേണ്ടി രാവിലെ എന്തോ തന്നിരുന്നതാണ്. ഇനി അതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിരുന്നോ എന്താണെന്നറിയില്ല. എന്തായാലും അയൺ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയി. ഇനി ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണോന്നൊക്കെ പേടിച്ച് അത് ദൈവത്തിന് ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ ഒരു 6 മാസം ഞങ്ങൾ എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടി. ഈ അയൺ ഇത് കുറഞ്ഞോണ്ട്, ഈ ആഹാരത്തിന്റെയോ ഈ കൊടുത്ത മരുന്നിന്റെയോ. അപ്പൊ ഈ പഥ്യം എന്നൊക്കെ പറയുന്നതിന് ഇങ്ങനെയും കൂടെ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്ന് എല്ലാവർക്കും ഒന്ന് ഒരു തിക്താനുഭവമായിട്ട് തന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ ബിന്ദു. പ്രേംലാലിലേക്ക് പോകും. പ്രേംലാൽ. പ്രേംലാൽ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. അനിൽ. അനിൽ ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ. കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ബയോകെമിസ്ട്രി റീസർച്ചറാണ്. പക്ഷെ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഹാവിങ് ആൻ ഓപ്പൺ മൈൻഡ്. ഇവിടെ ഇപ്പൊ കേട്ടത് മുഴുവൻ നിങ്ങളൊക്കെ ഒരു മാസീവ്ലി പ്രിജുഡൈസ്ഡ് അഗെയിൻസ്റ്റ് സംതിങ് ആണെന്ന് എനിക്ക് തോന്നി. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും പറയുന്നതിൽ കാര്യം ഉണ്ടാവും, അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതാ എനിക്ക് തോന്നുന്നത്. ചിലതൊക്കെ ശരിയായിരിക്കും. ഈ കുറെ പേപ്പറുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഹൈദരാബാദിലെ CCMB പബ്ലിഷ് ചെയ്ത പേപ്പറാണ്. നേച്ചർ ജേണലിന്റെ സയന്റിഫിക് റിപ്പോർട്ട്സ് പറയുന്ന ജേണലിൽ ജിനോം വൈഡ് അനാലിസിസ് കോറിലേറ്റ്സ് വിത്ത് ആയുർവേദിക് പ്രകൃതി. എന്നുവെച്ചാൽ ഈ പ്രകൃതിയുടെ ത്രിദോഷ സിദ്ധാന്തത്തിന്റെ അനുസരിച്ച്, ആ പ്രകൃതി അനുസരിച്ചുള്ള കാര്യങ്ങൾ വെച്ച് അതിന്റെ കൺക്ലൂഷൻ ഇതായിരുന്നു: വി ഫർദർ വാലിഡേറ്റഡ് അവർ ഫൈൻഡിങ് വിത്ത് 297 Indian population samples, and we found that PGM1, one of the genes, correlates with phenotype of Pitta as described in ancient text in Charaka Samhita, suggesting that the phenotypic classification of India's traditional medicine has genetic basis. ഇത് സയന്റിഫിക് റിപ്പോർട്ട്സ് ആണ്. പ്രിയസ്വാമി ഗോവിന്ദരാജ് 2015. ഇനിയിപ്പോൾ അതിനു മുമ്പ് ജേണൽ ഓഫ് ജെനറ്റിക്സിലുണ്ട്. ഇതിൻ്റെ ഒരു ന്യൂഡൽഹിയിലുള്ള വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്, CSIR ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു ഭാവന പ്രാഷറാണ് ഇതിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നത്, ഈ ജിനോമിക്സ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അവര് PNAS, പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ്, ദാറ്റ് ഈസ് അബൌട്ട് ഇമ്പാക്ട് ഫാക്ടർ ഓഫ് 20 or more. ജേണൽ ഓഫ് ജെനറ്റിക്സ് ഈസ് മോർ ദാൻ 10 or something. എനിവേ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പബ്ലിക്കേഷൻസും ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ശരിയാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നയാളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് തീരെ ശരിയല്ല. പിന്നെ എനിക്കിവിടെ ഇപ്പോൾ ഒരു പ്രൊഫസർ സുരേഷൻ സാർ ഇവിടെ മുകളിൽ ഇരിക്കുന്നുണ്ട്. സാർ കൂടെ പറയുന്ന അഭിപ്രായം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. താങ്ക് യു. ഒരു കാര്യം മാത്രം ഞാൻ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. നേച്ചറിന്റെ സയന്റിഫിക് ജേർണലിന്റെ സയന്റിഫിക് റിപ്പോർട്ട്സ് എന്നുള്ളത് നേച്ചറിന്റെ ഇമ്പാക്ട് ഫാക്ടർ അല്ല, നേച്ചറുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് കൂടെ ഒന്ന് ഞാൻ സൂചിപ്പിച്ചോട്ടെ. അത്രേ ഞാൻ അങ്ങനെ സൂചിപ്പിക്കാൻ പറഞ്ഞു. പറ്റില്ല. നേച്ചർ പബ്ലിഷിംഗ് ഗ്രൂപ്പിന്റെ ആണ് സയന്റിഫിക് റിപ്പോർട്ട്സ്. അതിന്റെ ഇപ്പോഴത്തെ ഇമ്പാക്ട് ഫാക്ടർ എനിക്കറിയാവുന്ന അനുസരിച്ച് 14 ആണ്. പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസിന്റെ ഇമ്പാക്ട് ഫാക്ടർ എനിക്ക് തോന്നുന്നത് സംതിങ് ലൈക്ക് 15 or 17. പിന്നെ ജേണൽ ഓഫ് ജെനറ്റിക്സിന്റെ 15 ആയിരിക്കും. ഇതൊന്നും ഞാൻ പറഞ്ഞത് താങ്കളെയാണ് പുള്ളിക്ക് കേൾക്കാൻ താല്പര്യം.
ശ്രീഹരി പറഞ്ഞോ? അപ്പോഴത്തേക്കും സുരേഷൻ ജോയിൻ ചെയ്യും. ശ്രീഹരി പോയാ? ഓക്കെ, അനിൽ വെയിറ്റ് ചെയ്യൂ. പുള്ളി തിരിച്ചു വരുന്നവരെയോ അല്ലെങ്കിൽ ഡോക്ടർ സുരേഷൻ റെസ്പോണ്ട് ചെയ്യുന്നവരെയോ. നമുക്ക് പ്രസാദിലേക്ക് പോയിട്ട്. പ്രസാദ്. യെസ്, താങ്ക് യു ചന്ദ്രശേഖർ. ചികിത്സയുടെ തിക്താനുഭവങ്ങൾ എനിക്ക് ആയുർവേദത്തിൽ നിന്നുണ്ട്, മോഡേൺ മെഡിസിനിലുണ്ട്. പക്ഷെ മോഡേൺ മെഡിസിനിലെ തിക്താനുഭവങ്ങൾ ഞാൻ മോഡേൺ മെഡിസിനിലെ മറ്റ് ചിലരെ സമീപിച്ച് പരിഹരിച്ചിട്ടുണ്ട്. ആയുർവേദത്തിലെ തിക്താനുഭവങ്ങൾ അങ്ങനെ പോയിട്ടേ ഉള്ളൂ. ഞാൻ ആയുർവേദത്തിലെ 2 തിക്താനുഭവം പറയാം, മോഡേൺ മെഡിസിനിലെയും പറയാം. ഹെഡിങ് അതായതുകൊണ്ടാണ് ഞാൻ ടോക്ക് മുഴുവൻ കേട്ടിരുന്നില്ല, അതുകൊണ്ട് പറയാം. ഒന്ന്, എനിക്ക് തന്നെ ഉണ്ടായ അനുഭവം. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടേ. എന്റെ സ്കൂളിന്റെ LP സ്കൂളാണ്. അതിന്റെ വരാന്ത ഭയങ്കര ഹൈറ്റ് ഉള്ളതാണ്, നിൽക്കുന്ന ഭയങ്കര ഹൈറ്റ് ഉള്ളതാണ്. അപ്പോ അതിന്റെ അരികിൽ നിൽക്കുന്നു. അപ്പൊ എന്റെ സുഹൃത്ത് താഴെ നിന്ന് വിളിക്കുന്നു, വാടാ നമുക്ക് എന്തോ ചെയ്യാൻ പോവാന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബെല്ലടിക്കാറായി, ഞാൻ വരുന്നില്ല, നീ പൊയ്ക്കോന്ന് പറയുന്നു. അവൻ എന്റെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എടുക്കാൻ ശ്രമിക്കുന്നു. അവൻ മറിയുന്നു, അവന്റെ കൂടെ ഞാനും കുത്തി മറിയുന്നു. ഒരു കൈ കുത്തി, എന്റെ കൈക്ക് പ്രശ്നമായി. കയ്യിൽ ഒരു ബോൺ പൊട്ടിയിരുന്നു എന്നാണ് സത്യം. അപ്പോ ടീച്ചേഴ്സ്, അന്ന് സ്കൂളിലെ ടീച്ചേഴ്സ് തൊട്ടടുത്ത മർമാണിയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോ പിന്നീട് മനസ്സിലായത്, ഒരെല്ല് പൊട്ടിയിരുന്നത് തടവി നേരെയാക്കി ഇദ്ദേഹം 2 എല്ലും പൊട്ടിച്ചു എന്ന് മാത്രമല്ല, ഈ അലഗ് ഒക്കെ വെച്ച് കെട്ടി ഏതോ ഒരു പച്ചമരുന്ന് പൊതിഞ്ഞ് കൈ മുഴുവൻ ചുറ്റി കെട്ടി വിട്ടു. ഒരാഴ്ച അങ്ങനെ വെച്ചു. അതിലൊരു എണ്ണ ഇങ്ങനെ ഒഴിക്കാനും പറഞ്ഞിരുന്നു, ഒഴിച്ചുകൊണ്ടിരുന്നു. അപ്പോ എന്റെ അച്ഛൻ വീട്ടിലില്ല. അച്ഛൻ വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് വൈദ്യുതി വന്ന് അഴിക്കുന്ന ഇതിൽ ഊണ്ടുണ്ടായി. അവിടുന്ന് പസിങ്ങനെ ചാടുകയാണ് 1-2 സ്ഥലത്ത് ഈ അലഗ് കൊണ്ടിട്ട്. അതൊക്കെ ഞെക്കിപ്പിഴിഞ്ഞ് അയാൾ എന്തൊക്കെയോ കാട്ടി പോയി. എനിക്ക് ഭയങ്കര അതിവേദനയും, 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ അച്ഛൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് അടുത്ത ഇത് പോകുന്നു. എന്റെ അച്ഛന്റെ അനിയൻ ഡെന്റൽ ഇതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആ സമയത്ത്. അദ്ദേഹം വരുന്നു, കൊണ്ടുപോകുന്നു. അവര് ഈ ഊണ്ടൊക്കെ ഹീൽ ചെയ്യാനുള്ള എന്തൊക്കെയോ ചെയ്ത്, എന്നിട്ട് 2 എല്ലും അപ്പം പൊട്ടിയിരിക്കുന്നു. അത് വലിച്ച്, അത് അനസ്തേഷ്യ ഒന്നും തരാതെ ഈ എല്ല് വലിച്ചിട്ടു. ഓക്കെ, അവര് അതൊക്കെ ചെയ്തു. പിന്നെ പക്ഷെ ഇത് പ്ലാസ്റ്റർ ചെയ്തോണ്ടേ അതിവേദന. പിന്നെ അത് വെട്ടി ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട് 3ാം ക്ലാസ്സിലെ ആ സംഭവം. ഓക്കെ, ആയുർവേദത്തിലെ ഒരനുഭവം അതാണ്. രണ്ടാമത്തെ ഒന്നുകൂടി ആയുർവേദത്തിലെ പറയാം. ഒന്ന്, എന്റെ ഭാര്യ, അവർക്ക് ഈ സൈനസൈറ്റിസ് ഇടയ്ക്കൊക്കെ വരും, ആന്റിബയോട്ടിക്സ് കഴിക്കും. പിന്നെ ഈ മൈഗ്രെയിനും ഉണ്ടാവും. അപ്പോ കോട്ടക്കൽ പോയി. ആ സമയത്ത് ഞാൻ കെമിസ്ട്രി അധ്യാപകനായിരിക്കുമ്പോൾ തന്നെയാണ്. കോട്ടക്കൽ പോയി. അന്ന് അങ്ങനെ ഒരു ആയുർവേദത്തിൽ ഇതിന് ഉണ്ടാവും, മറ്റേത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആന്റിബയോട്ടിക് കഴിക്കേണ്ടി വരുന്നല്ലോ, അതുകൊണ്ട് പോകാമെന്ന് കരുതി. അപ്പൊ അവർ കുറെ സാധനമൊക്കെ തന്നു. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, അത് കൃത്യമായി അറിയുന്നില്ലായിരുന്നു. ഇത് കഴിച്ച് 2ാമത്തെ ദിവസം മുതൽ അലർജി തുടങ്ങി. അപ്പോ അതിൽ ചേർത്തിരുന്ന ഏതോ ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു പ്ലാന്റിന്റെ ഉണ്ട്. ഞാൻ പിന്നെ അത് സെർച്ച് ചെയ്തിടണേ, അത് അലർജിക്ക് ആകാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവരെ വിളിച്ചു ചോദിക്കുന്നു. അന്ന് PK വാര്യരുടെ മകനോ അദ്ദേഹത്തെയോ പരിചയം ഉണ്ടായിരുന്നു, വിളിച്ചു ചോദിക്കുന്നു. അപ്പൊ പറയുന്ന 2 അവില് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഇവരത് ചെയ്യണ്ടല്ലോ. അവര് കഴിച്ചു. ആ സാധനമെല്ലാം അവിടെ നിർത്തുകയും ചെയ്തു. ആയുർവേദത്തിലെ 2 അനുഭവം പറഞ്ഞു. മോഡേൺ മെഡിസിനിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മോഡേൺ മെഡിസിനിൽ അനുഭവം ഉണ്ടായപ്പോൾ, ഒന്ന് എന്റെ അനുജനാണ്. അയാൾക്ക് ഈ മുണ്ടിനീര് വന്നു, മംസ് വന്നു. അത് ഏകദേശം കുറഞ്ഞു. അപ്പോ ഈ വൈദ്യുതി കൊടുത്ത കുഴമ്പോ അങ്ങനെയൊക്കെ പുരട്ടിയിരുന്നു വീട്ടില്, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ്. അതിനുശേഷം ഇയാൾക്ക് നിർത്താത്ത ഛർദിയും പ്രശ്നം ഉണ്ടായി. അപ്പൊ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കുന്നു. അവരുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അവര് ട്രീറ്റ് ചെയ്യുന്നു. ഛർദിയൊക്കെ കുറയുന്നു, വീട്ടിൽ വിടുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് വീണ്ടും പ്രശ്നമാകുന്നു, തിരിച്ചവിടെ ചെല്ലുന്നു. അവരിതേ ട്രീറ്റ്മെന്റ് എന്തോ തുടരുകയാണ്, ഛർദി നിർത്താനും ഒക്കെ ഉള്ള തുടരുകയാണ് ഈ പീഡിയാട്രീഷ്യൻ ആയ ലേഡി. കുട്ടി വളരെ കുഴപ്പമായ അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ ഇതില് അവിടുന്ന് കുട്ടിയെ എടുത്ത് പോകുന്നു. കുട്ടിയെ എടുത്ത് പോയി വേറെ ഒരു ഓമന മാത്യു എന്നറിയപ്പെടുന്ന ഓമന മാത്യു എന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത മാഡം അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്നു. മാഡത്തിന്റെ വീട്ടിൽ ചെല്ലുന്നു. മാഡം ഒരു ഹോസ്പിറ്റലിൽ അന്ന് പോകുന്നുണ്ട്, റിട്ടയർ ചെയ്ത് വന്നിട്ട്. മാഡം പറഞ്ഞ് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് പറഞ്ഞു മെനിഞ്ചൈറ്റിസ് ആയിരിക്കുന്ന കുട്ടിക്ക് ഐ വിൽ സ്റ്റാർട്ട് ദി ട്രീറ്റ്മെന്റ്, ടെസ്റ്റ് ഒക്കെ പിന്നാലെ ചെയ്തോളാം, സ്പൈനൽ ഫ്ലൂയിഡ് എടുത്തോളാം എന്ന് പറഞ്ഞു. ഹി റിക്കവേർഡ് ആൻഡ് നൗ ഹീസ് എ ഫിസിഷ്യൻ. അതാണ് അവസ്ഥ. കാരണം അവിടെ തുടർന്ന് തന്നെയല്ല, ഈ ലേഡിയെ പിന്നീട് കാണുന്നു. ആദ്യം ചികിത്സിച്ച ലേഡിയെ 2 തവണ ചികിത്സിച്ച് 1 തവണ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും ചെന്നിട്ട് അതേ ട്രീറ്റ്മെന്റ് തുടർന്ന് ലേഡിയെ പിന്നീട് കാണുന്നു. അപ്പോ അവരോട് എന്റെ ഫാദർ പറയുന്നു, ഇങ്ങനെ മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. മെനിഞ്ചൈറ്റിസ് ആയിരുന്നെങ്കിൽ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഫാദർ ചോദിച്ചു, അതിനല്ലേ നിങ്ങൾ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ഈഗോ, അവരൊരിക്കൽ തോന്നിയ ഒരു കാര്യം രണ്ടാമത് കൺസൾട്ട് ചെയ്യാനുള്ള ഒരു മനസ്സില്ലായ്മ ഒക്കെ കുറെ ഭയങ്കരമാണ്. ദാറ്റ് ഈസ് വൺ ഇൻസിഡന്റ്. ദർ ആർ നമ്പർ ഓഫ് അതർ ഇൻസിഡൻസ് ഓൾസോ റിഗാർഡിംഗ് മൈ ഫാദർ, regarding my mother.
മദറിനാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, വയറുവേദനയായിട്ട്. അവര് ഡയബറ്റിക് ആണ് അമ്മ, ഹൈപ്പർ ടെൻഷൻ ആണ്, പല പ്രശ്നങ്ങളും ഉണ്ട്. ഈ ദ സർജൻ ഡിറ്റക്ടഡ് ഇറ്റ് ആസ് അപ്പൻഡിസൈറ്റിസ്. അപ്പൊ അയാൾ സർജറി ഇൻസിസ്റ്റ് ചെയ്യുന്നു. എന്റെ അനുജന്റെ വൈഫും അവരുടെ മദറും മാത്രമേ അവിടെ സ്ഥലത്തുള്ളൂ. ഞാൻ ദൂരെ നിന്ന് വരുന്നു, മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്, ഇദ്ദേഹത്തെ കാണുന്നു. അപ്പൊ പറഞ്ഞു സർജറി ഉടനെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞ് നോക്കട്ടെ, ഞാൻ പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ചോദിക്കുന്നു. അവര് നേഴ്സുമാർ തരുന്നില്ല. ഞാൻ അവരോട് നിർബന്ധിച്ച് അത് വാങ്ങി കണ്ടു. എന്തോ WBC കൗണ്ടും അതും ഇതൊക്കെ കൂടിയിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഞാൻ ഇദ്ദേഹത്തോട് പറയുന്ന, അമ്മയ്ക്ക് ഹിസ്റ്റക്ടമി കഴിഞ്ഞാണ്, അതുകൊണ്ട് അപ്പൻഡിസൈറ്റിസിന് ഒരു സാധ്യത ഇല്ലാതെ ഇല്ല ഡോക്ടറെ, നമ്മൾ അതൊന്ന് അന്വേഷിക്കട്ടെ. ഹീ ഡസൻ അഡ്മിറ്റ്, അതൊന്നും അയാൾ തയ്യാറല്ല. അപ്പൊ പറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്തോളൂ, ഞാൻ വേറെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഇങ്ങനെ ഡിസ്ചാർജ് ഷീറ്റ് എഴുതി തന്നത് അതിനകത്ത് ഒന്നുമില്ല. വാട്ട് ഈസ് ഹിസ് ഡയഗ്നോസിസ്, വാട്ട് ആർ ദ മെഡിസിൻസ് അഡ്വക്കേറ്റഡ്, നത്തിങ് ആസ് സച്ച്. ഹീസ് ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. ഞാൻ ആ കൗണ്ടറിലുള്ളവരോട് വെച്ച്, പിന്നെ എന്റെ അമ്മയെ കൊണ്ടുവന്നത് നിന്റെ റിസ്കിലാന്നോ എന്ന് ചോദിച്ച് ചൂടായിട്ടാണ് പോയത്. ഞാൻ ചെന്നൊരു ഫിസിഷ്യനെ കാണുന്നു. എനിക്ക് കുറച്ച് പരിചയമുള്ള, കുറച്ച് എനിക്ക് കൊള്ളാവുന്ന തോന്നിയ ഒരു ഫിസിഷ്യനെ കൊല്ലത്ത് കാണുന്നു. അപ്പോ അദ്ദേഹം പറയുന്നു, സക്രിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, വയറുവേദന പല കാരണങ്ങളുണ്ടാവും, നോക്കാം, പ്രസാദ് ഒരു കാര്യം ചെയ്യാം, നമ്മളെ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നോക്കി, ഇടയ്ക്ക് വയറുവേദന വന്നു, എക്സ്റേ എടുത്തു. അപ്പൊ യൂറിത്രയിൽ ഒരു ചെറിയ സ്റ്റോൺ ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. വെള്ളം കൊടുക്കാം, നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഹാർട്ട് ഒരു വേരിയേഷൻ തോന്നിയാണ് ICUവിൽ ഒരു 5-6 മണിക്കൂർ കിടത്തി തിരിച്ചു കൊണ്ടുവന്നു. ഇത് IV-യും ഇതും കൊണ്ട് തന്നെ, ആ വെള്ളം കൊടുത്തതുകൊണ്ട് തന്നെ ആ സ്റ്റോൺ പോയി. That is another incident from modern medicine. There are plenty of other incidents from modern medicine where they practice what you call അവർക്കൊരു ദിവ്യതയുണ്ടെന്ന് വെച്ചിട്ട് ആളുകളും അങ്ങനെ കാണുന്നു. അപ്പോ ഒരു എമിനൻസ് ബേസ്ഡ് മെഡിസിനോ മറ്റോ പറയാം, എവിഡൻസ് ബേസ്ഡ് മെഡിസിനിലേക്ക് മാറാനുള്ള ഒരു തയ്യാറെടുപ്പില്ലായ്മ ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 2 ഇൻസിഡൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ മോഡേൺ മെഡിസിനിലെ ഇത് എന്റെ ഒരു ഇനിഷ്യേറ്റീവിൽ വേറെ പോകുന്നതുകൊണ്ട് അത് പരിഹാരം ഉണ്ടാവുന്നു. മറ്റേത് ആയുർവേദത്തിൽ അവിടെ പരിഹാരം ഒന്നുമില്ല. we have to go to modern medicine only. That's it. Thank you. താങ്ക് യു പ്രസാദ്. അലക്സിലേക്ക് പോവാൻ തോന്നുന്നു. അതാ അശോകയാണോ നെക്സ്റ്റ്? അശോക പറഞ്ഞോളൂ. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? ഞാനൊരു യാത്രയിലാണ്, അതുകൊണ്ട് ചിലപ്പം ഇടയ്ക്ക് വെച്ച് നെറ്റ് കട്ടാവാനുള്ള സാധ്യത. അല്ല, കേൾക്കാം. കേൾക്കാമോ? പറയൂ. ഓക്കെ. ഈ ആയുർവേദത്തിലെ തിക്താനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മള് നിരവധി അനുഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് പ്രധാനമായിട്ടും പറയാൻ, നമ്മളെ ഈ ലോക്ക്ഡൌൺ സമയത്താണ് അത് വളരെ വ്യക്തമായി കണ്ടത്. അതായത് നമ്മുടെ ഈ ബിവറേജസ് ശാലകളെല്ലാം പൂട്ടിക്കഴിഞ്ഞപ്പോഴ് നമ്മുടെ ഒരു വിഭാഗം ആൾക്കാർക്ക് ആശ്രയമായി തീർന്നത് ഈ പറയുന്ന തിക്താനുഭവമാണോ എന്താണെന്ന് അറിയത്തില്ല, ഈ പറയുന്ന എന്താണ് ആയുർവേദ ചര്യപ്രകാരം നിർമ്മിച്ചെടുക്കുന്ന ഈ ആസവങ്ങളും അരിഷ്ടങ്ങളും ആയിരുന്നു. അതാണ് ഒരു തിക്താനുഭവം. പിന്നെ ഇവര് ഈ പറയുന്ന ഈ എന്താണ് ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻസ് പഠിച്ച ഇവര് BAMS, അതന്നെ BAMS പാസ്സായ ഇവര് ഈ എന്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞത് അവരുടെ ഏറ്റവും വലിയ പരാജയം. പിന്നെ എന്റെ അടുത്ത സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, സുഹൃത്തിന്റെ അച്ഛനുണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ വിവരിക്കാം. കക്ഷിയുടെ 2 കൊച്ചുമക്കളും മോഡേൺ മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്ത് മോഡേൺ മെഡിസിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സുമാണ്. പക്ഷെ ഈ പുള്ളിക്കാരൻ ഒരു എന്താണ് പണ്ട് ഈ കമ്പൗണ്ടർ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ റിട്ടയർ ആയ ഒരു കക്ഷിയാണ്. പക്ഷെ കക്ഷി എല്ലാ വർഷവും ഒരു സുഖചികിത്സ എന്ന് പറഞ്ഞ് തടവിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അശോകയുടെ റേഞ്ച് വളരെ കുറവാണെന്ന് തോന്നുന്നു. തടവിയോ കേൾക്കുന്നില്ല അശോക, മ്യൂട്ടായി പോകുന്നു. അലക്സ് പറഞ്ഞോളൂ. അലക്സ് കേൾക്കാമോ? ഇല്ലെങ്കിൽ ജോയലിലേക്ക് പോവാം. ജോയൽ കേൾക്കാമോ? കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ?
ഉണ്ട് പറഞ്ഞോളൂ. ആ ഓക്കെ. അപ്പോൾ ഞാനൊരു നേഴ്സ് ബൈ പ്രൊഫഷനാണ്. ഞാൻ ICU നേഴ്സാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ICUയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് കണ്ടാവുന്നതാണ് ആയുർവേദ ചികിത്സാ തിക്താനുഭവങ്ങൾ. എനിക്ക് പേഴ്സണലി തിക്താനുഭവങ്ങളില്ലെങ്കിലും ഞാൻ എൻ്റെ ഈ പ്രൊഫഷൻ കാരണം ഞാൻ 10 വർഷമായിട്ട് ഞാൻ വളരെയധികം തിക്താനുഭവങ്ങൾ കണ്ട ഒരാളാണ്. ഞാൻ ആക്ച്വലി സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഞാനത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഞാൻ കേരളത്തിന് പുറത്താണ് പഠിച്ചത്. അപ്പം ഞാനത് പഠിച്ചു കഴിഞ്ഞ് ഒരു 2010-11 സമയത്ത് ഞാൻ അവിടുത്തെ ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ NICUലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ടൈമിൽ. അപ്പോൾ ഒരു ദിവസം അവിടെ ഫുൾ ഔട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാർഡിൽ ചെന്നു. അപ്പോൾ അവിടെ കിടന്ന ഒരു പേഷ്യന്റ്, അത് ഓൾ ബോഡി പാരാലിസിസ് ആയിട്ട് NICUയിൽ ഒരു 10 ദിവസം കിടന്നു. അത് വാർഡിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആയി. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ നമുക്ക് അവരുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഇടയായി. അപ്പോൾ ആ പുള്ളി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഇയാള് ഭയങ്കര പ്രകൃതിയിലും ആയുർവേദത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം യോഗ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വയം ഒരു യോഗ ഗുരുവാണ്. മറ്റു കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം യോഗ കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് വീട്ടിൽ വന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീണു. പിന്നെ ആശുപത്രി വന്നത് ഓൾ ബോഡി പാരലൈസ് ആയി. പിന്നെ അദ്ദേഹത്തിന് എന്താ പറയാ, കണ്ണ് പോലും ചലിപ്പിക്കാൻ വയ്യ. നമ്മൾ കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്സ് ഇട്ട് കൊടുക്കുമായിരുന്നു. ആ ടൈമിൽ കണ്ണ് നമ്മൾ തന്നെ അടച്ചു വെക്കും, മറ്റേ പ്ലാസ്റ്റർ വെച്ച്. അങ്ങനെ അതുപോലെ ഹോൾ ബോഡി പാരലൈസ് ആയി. അതുപോലെ ഞാനൊക്കെ വിചാരിച്ചോണ്ടിരുന്ന ഈ രോഗിയിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെയ്യില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണില്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. പിന്നെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ICUയിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിപ്പോ ഈ കേരളത്തിലുള്ളവരൊക്കെ നല്ല സാക്ഷരരായിരിക്കും, ആളുകൾക്ക് വിവരമുള്ളവരായിരിക്കും. കേരളത്തിന് പുറത്തെ ആൾക്കാർക്ക് അത്ര വിവരം ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇത് തന്നെയാണ് കാണുന്നത്. ഇപ്പൊ പല പേഷ്യൻസും ഈ ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ ട്രീറ്റ് ചെയ്ത് ഭയങ്കര കോളായിട്ടാണ്. ഞാൻ കൊച്ചിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു സ്റ്റേഷനറി റെഫറൽ ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഇവിടെ ഞാൻ അവരുടെ കേസ് ഷീറ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഡോക്ടേഴ്സ് ചെയ്യുന്നത്. പേഷ്യന്റ് വാസ് ഓൺ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഫോർ 5 years, പേഷ്യന്റ് വാസ് ഓൺ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് ഫോർ 3 years. ഒരു 10 പേഷ്യന്റ് എടുത്ത ഒരു പേഷ്യന്റ് കേസ് ഷീറ്റിൽ ഇത് കാണും. അപ്പൊ ഇതിപ്പോ നമ്മള് പിന്നെ ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ ഈ വ്യാജ ചികിത്സക്കാര് അല്ലെങ്കിൽ ആയുർവേദക്കാരൊക്കെ ഭയങ്കര സയന്റിഫിക് ടേംസ് ഒക്കെ ഉപയോഗിക്കും. അപ്പൊ ആളുകൾ എന്താ, സാധാരണക്കാർ വിചാരിക്കുമോ ഇവര് ഈ സയന്റിഫിക് ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കാര്യം കാണും, അങ്ങനെയൊക്കെ വിചാരിച്ച് ആളുകൾ ഇതിൻ്റെ അകത്ത് പോകുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഇങ്ങനെ പഠിച്ച് ഇനി ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ടായി. ഞാൻ ഏറ്റവും പങ്കെടുത്തി. അവര് ഒരു പുള്ളിക്കാരത്തി എന്തോ കോളേജിൽ എന്തോ പഠിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. മറ്റൊരു മോള് +2-ന് അവിടെ PUC +2-ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ആ പുള്ളി മാത്രമേ ഉള്ളൂ, അമ്മ മരിച്ചുപോയി. അപ്പൊ ഇങ്ങനെ അത് കണ്ട് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയിപ്പോയി, ആ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അത് ഇവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതിന് അത്രേ ഉള്ളൂ. താങ്ക് യു ജോയൽ. Anil, Sehri, you want to add something? അനിൽ സാറ് പോയിട്ടില്ലല്ലോ അല്ലെ? ഞാൻ ആ ജേർണലിന്റെ പാസേജ് ഒന്ന് വായിക്കട്ടെ. ഡോക്ടർ സുരേഷിന് വന്നിട്ടുണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു. ആ ജേർണലിൽ നിന്ന് ഞാനൊന്ന് വായിക്കാം. ഓക്കെ. പ്രകൃതി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ഡിഫൈൻഡ് അനാറ്റമിക്കൽ, ഫിസിയോളജിക്കൽ, psychological and behavioral characteristics. During actual assessment of Prakriti, the Ayurvedic physician needs to factor in these characteristics. One such aspect is the cyclical hormonal changes that occur in women, particularly the menstrual cycle. The hormonal fluctuations result in numerous physical and physiological disturbances. Existing evidence suggests about 97% of young nulliparous women experience varying degrees of such disturbances. These elicitable and visible features can confound or obscure the Prakriti assessment process. For example, premenstrual irritability occurring in a woman of Kapha Prakriti is confounding, since Kapha Prakriti individuals normally possess low irritability. Although the Ayurvedic physicians routinely inquire about the menstrual habits of patients while assessing the Prakriti, it would have been difficult for us to make similar inquiries to young, healthy women who volunteered to join the study. The health status of an individual was assessed based on the Ayurvedic criteria that include normal desire for food, easy digestion of ingested food, excretion of feces, excretion of urine, excretion of flatus, functioning of sensory organs, comfortable sleep, easy awakening, and attainment of strength.
bright complexion, and longevity. Subjects with smoking habit, diabetes, hypertension, and other chronic diseases were excluded from the study. Blood pressure was measured for each subject. BP more than 130/90 millimeters of mercury were excluded from the study. Chronic systemic disease such as rheumatoid arthritis, cancer, etc. Were excluded. We followed 3 steps for the Prakriti assessment of each subjects. In the first stage, senior Ayurvedic physicians assess the Prakriti of the subjects, applying classical Ayurveda parameters of Prakriti determination. In second stage, the same subjects were assessed using AyuSoft, a Prakriti software, which contains a comprehensive questionnaire which had been developed based on information from original Ayurvedic literature. Questionnaire, okay. In the third stage, another team of Ayurvedic physicians who were not aware of the outcome of assessment by senior physicians and AyuSoft compared the Prakriti analysis. Subjects with more than or equal to 60% of single Prakriti dominance and having concordance in all the 3 stages were selected for the genome-wide analysis. Quantitative analysis of Prakriti was performed using AyuSoft along with traditional Ayurvedic measures for the Prakriti assessment. The reason for considering more than 60% of a particular Prakritas a dominant was mainly due to feasibility and concordance. Single dosha Prakriti with high percentage of one dosha rarely exist. Hence, most of the individuals possess dual dosha Prakriti. Therefore, we have considered subjects with more than 60% as single dosha dominant Prakriti. Subjects with more than or equal to 60% of one dominant Prakriti were selected and blood was drawn after obtaining their informed written consent. ഇത്രയും കേട്ടതിൽ നിന്ന് അനിൽ സാറിന് ഇത് മനസ്സിലായോ? അതായത് ദോഷ പോലും സിംഗിളായിട്ടല്ല സ്റ്റഡിയിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. 2 ദോഷത്തിൽ 60% കൂടുതലുള്ള സാധനത്തിനെ ഒരു ദോഷമായിട്ട് കണക്കാക്കി. എന്തിന്? കൺവീനിയൻസിനും എളുപ്പത്തിനും എടുക്കാൻ വേണ്ടി. എന്നിട്ട് അവസാനം ഒരു റിസൾട്ട് ഫൈൻഡിങ് കണ്ടുപിടിക്കുകയാണ് ഒരു ദോഷത്തിന് ഒരു ജീനോടൈപ്പുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഓക്കെ, ഇതൊക്കെ വായിക്കുമ്പോൾ ഈ ബേസിക് ആയിട്ട് റിസർച്ച് മെത്തഡോളജിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നവർ ഇതിന് പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഏത് ഈ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വരെ അട്ടിമറിച്ച് കഴിയുമ്പോൾ. പിന്നെ ഇതൊന്നും മനസ്സിലാവാത്ത ആളുകളെ ഇംപ്രസ് ചെയ്യാൻ ഇതൊക്കെ ധാരാളം മതി. ഓക്കെ, അതെ, ഇത് മനസ്സിലാവാത്ത ആൾക്കാരെന്ന് പറയുന്നത് കുമാരസ്വാമി തങ്കരാജ് എന്ന് പറയുന്ന ആള് സെന്റർ ഫോർ സെല്ലുലർ ആൻഡ് മോളിക്കുലർ ബയോളജി ഹൈദരാബാദിലെ സീനിയർ സയന്റിസ്റ്റ് ആണ്, ഡയറക്ടർ ഗ്രേഡ് സയന്റിസ്റ്റ് ആണ്. പിന്നെ അടുത്തയാള് ഞാൻ പറഞ്ഞത് അതിരിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞതില് അനിലിന് മനസ്സിലായ കേസ് അനിലിന് ഭാവന മനസ്സിലായത് പ്രാഷർ എന്ന് പറയുന്ന ആള് ജിനോമിക് ആൻഡ് മോളിക്കുലർ മെഡിസിൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി, CSIR ലാബ്, ന്യൂഡൽഹി, ഇവിടെയുള്ളവരാണ്. ഇവരൊന്നും വിവരമില്ലാത്ത ആൾക്കാരാണ്. അല്ല, ഞാൻ ഈ പറഞ്ഞ പോയിന്റിന് ഉത്തരവുണ്ടോ? പബ്ലിഷ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോയിന്റിന്റെ ഉത്തരം അല്ല, ഞാൻ താങ്കൾ ഉന്നയിക്കുന്നത് അപ്പീൽ ടു അതോറിറ്റി എന്നുള്ള ഫാലസിയാണ്. അതല്ല, ഇനി ഉത്തരവുള്ളവരെ കൊണ്ടുവരാമെങ്കിൽ നമുക്ക് ഇവിടെ ഡിബേറ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവുള്ളവരെ കൊണ്ടുവരാന്ന് വെച്ചാല് ഇതില് ഈ ഞാൻ പറഞ്ഞ പേപ്പർ ഒരെണ്ണം പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് ആണ്. അതിന്റെ EGL1 ഇൻവോൾവ്മെന്റ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് അഡാപ്റ്റേഷൻ റിവീൽഡ് ത്രൂ ജനറ്റിക് അനാലിസിസ് ഓഫ് എക്സ്ട്രീം കോൺസ്റ്റിറ്റ്യൂഷൻ ടൈപ്സ് ഡിഫൈൻഡ് ബൈ ആയുർവേദ. അതാണ് PNAS പേപ്പർ. ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇവരുടെ പേപ്പർ പിയർ റിവ്യൂ ചെയ്ത ആൾക്കാരും പൊട്ടന്മാരാണ്, ഇത് ചെയ്ത ആൾക്കാരും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, അല്ല ഇന്ററപ്റ്റ് ചെയ്യാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. അതാ പറഞ്ഞേ, നമുക്ക് മറ്റേ പിയർ റിവ്യൂ ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വി വിൽ ഡിസ്കസ് ഓൺ അനദർ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഇതിനുള്ള ഒരു ഉത്തരം നമുക്ക് അങ്ങ് പറഞ്ഞു വിട്ടാ പോരെ? ഇതിനോടുള്ള ഉത്തരവല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഈ പേപ്പറിന്റെ കൺക്ലൂഷൻ ഇതാണ്. അതിന്റെ ഒതന്റിസിറ്റി വിട്, അതിനെപ്പറ്റി പറയാൻ എന്താണുള്ളത് മാത്രം പറയാം. We found that the PGM1 correlates with phenotype of Pitta as described in the ancient text of Samhita, suggesting that the phenotypic classification of traditional medicine has a genetic basis. ഇത് അതിന്റെ കൺക്ലൂഷൻ, ആ പേപ്പറിന്റെ കൺക്ലൂഷൻ. ഇത് വിശ്വാസം പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നത് ഇതിനൊരു
സയന്റിഫിക് അടിസ്ഥാനം തീരെ ഇല്ല എന്ന് ആർഗ്യൂ ചെയ്യുന്നതിനോടാണ് എനിക്ക് എതിർപ്പ്. ഞാൻ പറയുന്നത് ഇതിനെ ഫോളോ ചെയ്യണമെന്നോ ഇത് റെഗുലേറ്റ് ചെയ്യണ്ടെന്നോ ഒന്നും അല്ല പറയുന്നത്. ഇങ്ങനെയൊക്കെ വേണം, പക്ഷെ ഈ കാര്യങ്ങളിൽ നമുക്കൊരു ഓപ്പൺ മൈൻഡ് ഉണ്ടായിരിക്കണം. ട്രഡീഷണൽ മെഡിസിൻ കൊണ്ട് ഒരുപാട് പുതിയ മോഡേൺ മെഡിസിൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുർക്യുമിൻ ഉണ്ടായിരിക്കുന്നത് മറ്റേ മഞ്ഞളിൽ നിന്ന് കുർക്യുമിൻ ഉണ്ടാക്കിയിരിക്കുന്നതും ഒരു പിന്നെ സെക്കൻഡ് മെത്തഡോളജിയിൽ പറഞ്ഞിരിക്കുകയാണ് 60% പേരും ദോഷപ്രകൃതി ഉള്ളവരാണ്, അങ്ങനെയുള്ളവരെയാണ് സൗകര്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. എന്നിട്ട് റിസൾട്ടിൽ പറയുകയാണ് ഇന്ന ദോഷം ഇന്ന ജീനോടൈപ്പിന്റെ ഭാഗമാണ്. മെത്തഡോളജിയിൽ പറഞ്ഞ കാര്യവും റിസൾട്ടും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അതെ, അത് ഈ മാത്രം മെത്തഡോളജി അത് ഇവർ മാത്രം എഴുതിയിരിക്കുന്ന നമ്മൾ ഉത്തരം പറഞ്ഞാൽ കാര്യങ്ങളും മതി. ഈ മെത്തഡോളജിയും റിവ്യൂ ചെയ്യുന്നതിനാണ് 3 പേർക്ക് അയച്ചു കൊടുക്കുന്നത്. 3-4 പേർക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെയും കൂടെ അഭിപ്രായത്തിൽ ഇതിന് സയന്റിഫിക് വാലിഡിറ്റി ഉണ്ടോ എന്നാണ് തീരുമാനിക്കുന്നത്. ജേണലുകൾ ഇത് രണ്ടും വെരി വെൽ റെസ്പെക്റ്റഡ് പിയർ റിവ്യൂഡ് ജേണൽസ് ആണ്. അതിന്റെ അകത്ത് അനിൽ പബ്ലിഷ് അനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അനിൽ ഇനിയിപ്പൊ നേരത്തെ അനിൽ അഭി അനിൽ പറഞ്ഞതുപോലെ ഇതിന്റെ സൈറ്റേഷൻ എത്രയാണെന്നറിയോ? Anil, wait 1 minute. അനിൽ Nishad, what you got to say? അതെ, അനിൽ പറഞ്ഞത് ഈ വെരി വെൽ റെസ്പെക്റ്റഡ്. എന്താണ് ഈ വെരി വെൽ റെസ്പെക്റ്റഡ്? സാധാരണ ഈ റെസ്പെക്റ്റഡ് എന്ന് നമ്മൾ വിലയിരുത്തുന്നത് അവിടുന്ന് വന്നിട്ടുള്ള സൈറ്റേഷൻസ് നോക്കിയിട്ടാണ്. ആ പബ്ലിഷ്ഡ് ആ ഒരു ജേർണലിൽ ഉണ്ടായിട്ടുള്ള സൈറ്റേഷൻസ് എന്ന് വെച്ചാൽ അനിലിന് അറിയാമോ? ഇല്ല, ഞാൻ അനിൽ കേട്ടിട്ടില്ല. എന്നാ ഞാൻ പറയാം, ഇതിന്റെ പേപ്പറിന്റെ സൈറ്റേഷൻ എത്രയാന്ന് ഞാൻ ഇപ്പൊ പറയാം. പറഞ്ഞു ഈ തീരട്ടെ. അറിയാവുന്ന 2015 കാര്യം പബ്ലിഷ് ചെയ്ത Anil. പേപ്പറിന്റെ ഒരുമാതിരി സൈറ്റേഷൻ ഞാൻ തീ ഇപ്പൊ പറയാം. കൊടുത്താൽ ഉടനടക്കാതെ 187 സാറേ ഒന്ന് കേള്. സൈറ്റേഷൻ ഉണ്ട് ഇതുവരെ. Hello, Anil, 187 സൈറ്റേഷൻ ആ Anil, പേപ്പറിന് മാത്രമുണ്ട്. Anil, you need to mute. 1 minute. 1 minute. ഈ പറയുന്ന ജേർണലിന്റെ ഇമ്പാക്ട് ഫാക്ടർ എത്രയാണ്? അത് ഏതെങ്കിലും ഒരു ജേർണൽ എടുത്ത് കോട്ട് ചെയ്തിട്ട് കാര്യമുണ്ട്? അതിന്റെ ഇമ്പാക്ട് ഫാക്ടർ എന്താണ്? വാട്ട് ഈസ് ദ റെസ്പെക്ട് ഇൻ ദ കമ്മ്യൂണിറ്റി ഫോർ ദാറ്റ് ജേർണൽ? അതില്ലാതെ അത് ഞാൻ പറയുന്നത് സയന്റിഫിക് റിപ്പോർട്ട്സിന്റെ ഇമ്പാക്ട് ഫാക്ടർ ഇപ്പൊ ഈ വർഷത്തേത് 13 പിന്നെ പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് USA ഇമ്പാക്ട് ഫാക്ടർ 18. Thank you. ഇത് ഒരു Thank you, Anil. ബയോളജി ഉത്തരം വ്യക്തമാണ്. ഒരു മിനിറ്റ്. സുരേഷൻ അതിൽ എനിക്ക് തോന്നുന്ന ഡോക്ടർ അനിൽ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഈ നേച്ചർ സയന്റിഫിക് റിപ്പോർട്ട്സിന്റെ ഇമ്പാക്ട് ഫാക്ടർ ഈ വർഷത്തെ ഇമ്പാക്ട് ഫാക്ടർ ഇന്നലെയാണ് വന്നത്. അത് 3.9 മാത്രമേ ഉള്ളൂ. ഈ നേച്ചർ സയന്റിഫിക് റിപ്പോർട്ട്സിൽ കഴിഞ്ഞ വർഷം അനിൽ വായിച്ചിട്ടുണ്ടാവും, ഏകദേശം 19 എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സ് റിസൈൻ ചെയ്തായിരുന്നു. മോസ്റ്റ് ഓഫ് ദം ആർ ഫ്രം ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി എന്നുള്ളവരാണ്. ഇതിൻ്റെ എത്തിക്കൽ ഇത് ചാലഞ്ച് ചെയ്തുകൊണ്ട്, ഈ ജേർണലിൻ്റെ എത്തിക്സ് ചാലഞ്ച് ചെയ്തുകൊണ്ട് 19 എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സ് റിസൈൻ ചെയ്തായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഇത് നാച്ചുറൽ പബ്ലിഷിംഗ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ വരുന്ന ഒരു ജേർണലാണ്, പക്ഷേ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് എൻഡിലുള്ള ഒരു ജേർണലാണ്. 3.9 ഉള്ളത്. ഇപ്പം നാച്ചർ എന്ന് പറഞ്ഞാൽ 43 ഇമ്പാക്ട് ഫാക്ടർ, ഇതിന് 3.9 മാത്രമേ ഉള്ളൂ. താങ്ക് യു സുരേഷ്. അനിൽ പറഞ്ഞോളൂ. അല്ല, അനിൽ അത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നേച്ചറിന്റെ ഇമ്പാക്ട് ഫാക്ടർ അല്ല സയന്റിഫിക് റിപ്പോർട്ട്സിനുള്ളതെന്ന്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയട്ടെ. പറഞ്ഞോളൂ, ഇനിയും പറഞ്ഞോളൂ. അനിൽ പറഞ്ഞോളൂ. ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്യട്ടെ. പറയൂ. സുരേഷൻ പറയൂ. ഓക്കെ, ഒന്നുകൂടി പറയാനുള്ളൂ. ഞാനിപ്പോൾ ആ പേപ്പർ ഡോക്ടർ അനിൽ പറഞ്ഞ പേപ്പർ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ ബ്രീഫ് മനസ്സിലാക്കിയത് ജീനോടൈപ്പ് ഫീനോടൈപ്പ് കോറിലേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഈ ആയുർവേദയിലെ ഫീനോടൈപ്പ് വാതാപിത്ത കഫ എന്നാണ് ഫീനോടൈപ്പ് അവർ കണക്ക് കൂട്ടുന്നത്. അതിലുള്ള ഒരു ജീനോടൈപ്പ് കോറിലേഷൻ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആയുർവേദത്തിലുള്ള ഒരു ഫീനോടൈപ്പാണ് വാത അല്ലെങ്കിൽ പിത്ത എന്ന് പറഞ്ഞാൽ കൃശകാത്തൻ, അതായത് മെലിഞ്ഞ ശരീരമുള്ള ഒരുവൻ. അതാണ് അതിൻ്റെ ഒരു ഫീനോടൈപ്പ്. ഇപ്പം ഞാൻ നാളെ ഒരു കൃശകാത്തനായി ഞാൻ നാളെ എന്തെങ്കിലും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനോ എന്തെങ്കിലും വെച്ചാൽ നാളെ ഞാൻ ഫാറ്റ് ആവും. അപ്പോഴെൻ്റെ ഫീനോടൈപ്പ് ആയുർവേദത്തിൽ മാറുകയാണ്. ഞാൻ അപ്പോഴും പിത്ത ഇന്ന് മറ്റേതിലേക്ക് മാറും, വാതയിലേക്കോ കഫത്തിലേക്കോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഐ വിൽ ചേഞ്ച് മൈ ഫിനോടൈപ്പ്. പക്ഷേ എൻ്റെ ജീനോടൈപ്പ് ഒരിക്കലും മാറാൻ പറ്റില്ല എന്ന് അനിൽ സാറിന് അറിയാമല്ലോ. ജീൻ മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ആ ഫിനോടൈപ്പ് അവർ എടുക്കുന്ന ഫിനോടൈപ്പ് ഈസ് എ പ്രോബ്ലം. ഈ 3 ഫിനോടൈപ്സ് ആണെന്നുള്ളത് പ്രശ്നമാണ്. അത് ചേഞ്ചബിൾ ആണ്, അത് വേരിയബിൾ ആണ്. അതുകൊണ്ട് ഈ സ്റ്റഡിക്ക് വലിയ വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വായിച്ചാല് വൻ തമാശയാണ്, സൂപ്പർ കോമഡി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആരാണ്? സജീവ്.
സജീവ് പറയൂ. ഞാൻ ആ പേപ്പർ രണ്ട് ആർട്ടിക്കിളിന്റെ ഇമ്പാക്ട് ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത് തെറ്റാണ്. ഒരു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സയന്റിഫിക് റിപ്പോർട്ട് 3.9 തന്നെ വരുന്നുള്ളൂ, 16 ഒന്നുമില്ല. പിന്നെ PNAS 9.10 ബിലോ ആണ്. പക്ഷെ PNAS ഒരു ഹൈ പ്രസ്റ്റീജിയസ് ജേണൽ ആണ്. PNAS ഞാൻ റിസർച്ചിൽ നിൽക്കുന്ന ആളാണ്, അതാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നെ എനിക്ക് ആ പേപ്പർ എങ്ങനെ PNAS വന്നു മനസ്സിലാവുന്നില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു സാറ് പറഞ്ഞ മാതിരി അത് വായിച്ചു കഴിഞ്ഞാൽ കോമഡിയാണ്. അറിയില്ല, 2010 പബ്ലിഷ് ആയ പേപ്പർ അല്ലേ അത്. പക്ഷെ സയന്റിഫിക് റിപ്പോർട്ട് 4ന്റെ താഴെ വരുന്നുള്ളൂ. അത് പണ്ട് തൊട്ടേ 4ന്റെ താഴെ, അത് 5ന്റെ മീതെ പോയ ചരിത്രം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നാച്ചുറൽ പബ്ലിക് NPG ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് NPG ഏറ്റവും ലോവസ്റ്റ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല പയനീർ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അൺഒഫീഷ്യലി ഇപ്പോ സയന്റിഫിക് റിപ്പോർട്ടിൽ പബ്ലിഷ് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. ഇൻ ദ സെൻസ് അത് മോശമായിട്ടല്ല, അത് അതിനെയൊക്കെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡിൽ നമ്മ തന്നെ നമ്മുടെ PIയും എല്ലാം നമ്മളോട് പറയാ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചു മുമ്പ് സംസാരിച്ച ഒരു സാറ് പറഞ്ഞിരുന്നു 10-15 പേരെ ഒന്ന് റിസൈൻ ചെയ്തു. ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണങ്ങൾ. അപ്പോ ഇങ്ങനെ ഈ പേപ്പർ, 19 ആ പേര് പേപ്പറിന്റെ ക്രെഡിബിലിറ്റി നമുക്ക് to be exact 19 editorial board ഹലോ യെസ് to be exact 19 editorial board members. അതെ 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 അതുപോലെ. അതേപോലെ വേറൊരു പേപ്പർ BBRC എന്ന് പറഞ്ഞിട്ടൊരു റിസർച്ച് ജേണൽ ഉണ്ടായിരുന്നു. ഇതും ഇങ്ങനെ തന്നെ ക്രെഡിബിലിറ്റി പോകുമ്പോൾ കംപ്ലീറ്റ് അതിന്റെ താഴ്ന്നു വരും. കാരണം അതിൽ പബ്ലിഷ് ചെയ്യുന്ന ജേണൽസ് അപ്പോ സയന്റിഫിക് ക്രെഡിബിലിറ്റി കഴിയുന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ജേണൽസ് ഇപ്പൊ മുമ്പ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ ഇതിലാണ് പബ്ലിഷ് ചെയ്ത് ഇതാണ് അതൊന്നും ഒരു റിസർച്ചിന്റെ ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ അത് സത്യമാണ് അല്ലെങ്കിൽ അതാണ് എന്നുള്ളതിനെ യോജിക്കാൻ പറ്റില്ല. അപ്പോ പിന്നെ എനിക്ക് ഇപ്പോഴും അത്ഭുതം തന്നെയാണ് മറ്റേ പേപ്പർ എങ്ങനെ PNAS പബ്ലിഷ് ചെയ്തു എന്നുള്ളത്. ഇവൻ 10ന് ബിലോ ആണെങ്കിലും PNAS ഭയങ്കര പയനറായിട്ടുള്ള ഒരു ജേണലാണ്, അത് നമ്മൾ സമ്മതിക്കാതെ പറ്റില്ല. പക്ഷെ അതിപ്പോഴും ഞാൻ എക്സൈറ്റഡ് ആയി എങ്ങനെ അതിൽ പബ്ലിഷ് ചെയ്തു. പക്ഷെ അത് വായിച്ച ഓക്കെ നല്ല കോമഡിയാണ്. ഞാനൊന്ന് അറിയില്ല. അടിയട്ടെ. ഇത് എനിക്ക് ആരാ സുരേഷിനോടാണ് സംസാരിച്ചതെന്ന് എനിക്ക് ചോദ്യം. മനസ്സിലായില്ല. എനിക്ക് സുരേഷിനോട് ഒരു ടോണി ചോദ്യമുണ്ട്. ടോണി വെയിറ്റ്. സുരേഷ് വാസ് അബൌട്ട് ടു സേ സംതിങ്. അല്ല, ഇപ്പോഴും സംസാരിച്ചത് ആരാണെന്ന് ഞാൻ പേര് കണ്ടില്ല. സജീവ് സജീവ് പറഞ്ഞ് വളരെ ശരിയാണ്. PNAS വളരെ റെപ്യൂട്ടഡ് ആയ ഒരു ജേണലാണ്. ഇമ്പാക്ട് ഫാക്ടർ 9 9.5 അങ്ങനെ എന്തൊക്കെയോ ആ റേഞ്ചിലേ വരാറുള്ളൂ. പക്ഷേ 9.9 ആണെന്ന് തോന്നുന്നു ഇപ്പോ കറന്റ്. അതിലുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ആ ജേണലിൽ 2 തരം മോഡ് ഓഫ് ഇതുണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾക്ക് ആസ് എ റിസർച്ച് ഡയറക്ട്ലി സബ്മിറ്റ് ചെയ്യാം ലൈക്ക് എനി അതർ ജേണൽ. പിന്നെ വേറൊന്ന് അതിലുള്ള ബൈ ഇൻവിറ്റേഷൻ ഉണ്ട്. അതിലുള്ള ഏതെങ്കിലും എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സിന് ഡയറക്റ്റ് വിത്തൗട്ട് പിയർ റിവ്യൂ പേപ്പർ ആക്സെപ്റ്റ് ചെയ്യാം. അതെ അതെ ആ പേപ്പർ വായിക്കുമ്പോ അപ്പോൾ ഒരു എഡിറ്റോറിയൽ മെമ്പറെ പിടിച്ചാൽ അദ്ദേഹത്തുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഏത് ക്രാപ്പ് പേപ്പറും അതിൽ വരും. അതാണ് ഇതിന്റെ അതെ ഇമ്പാക്ട് അതെ സത്യം ഫാക്ടറിന്റെ. സത്യം. കാരണം ആ പേപ്പർ നമ്മൾ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോ 2-3 പേജോളം അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല പേപ്പറിൽ. ആ പേപ്പറിൽ പ്രത്യേകിച്ച് ഒന്നും അല്ല, ഇല്ല. ഞാന് പുതിയ എന്തോ സാധനമെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് വായിച്ചതാണ്. പക്ഷെ ഇങ്ങനെയുള്ള പേപ്പേഴ്സിൽ അതിന്റെ അടിയിൽ ADVT എന്ന് എഴുതിയിട്ട് അഡ്വർടൈസ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ ഈ ഡയറക്റ്റ് എൻട്രി ഉള്ള പേപ്പേഴ്സ് വിത്തൗട്ട് പിയർ റിവ്യൂ ഉള്ള പേപ്പറിൽ ADVT അഡ്വർടൈസ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പോൾ അതാണ് ഇഷ്യൂ. ഡോക്ടർ സുരേഷൻ അത് എവിടെയാണ് നോക്കേണ്ടത്? അതിന്റെ മുകളിൽ തന്നെ ഉണ്ടാവോ അതോ? എനിക്ക് തോന്നുന്നു അതിന്റെ ബേസിലാണെന്ന് തോന്നുന്നു. ബേസിൽ ആ പേപ്പറിന്റെ ബേസിൽ എവിടെയോ ഒരു സ്ഥലത്തുണ്ട്. ഞാനിപ്പോ റീസെന്റ് അത് വായിച്ചിട്ടില്ല ആ പേപ്പർ. അതല്ല, ഇതൊരു ബെസ്റ്റ് സാധനമാണ് കേട്ടോ. നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കേണ്ട സാധനമാണിത്. അതായത് എങ്ങനെ ഈ ജാർഗണും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ എടുത്തിട്ട് ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് വരെ തുണി നോക്കി കാണിക്കാം എന്നുള്ളതിന്റെ വെരി ഹൈ റെപ്യൂട്ടഡ് ജേണൽ. അത് പറയാതിരിക്കാൻ വയ്യ. ഈ PNAS എന്നുള്ളത് അത് അത് ഈ ഒരു പേപ്പർ ചിലപ്പോഴും ആ ADVT മോഡൽ വന്നതായിരിക്കാം. അത് പഠിച്ച ശേഷം പറയാൻ പറ്റുള്ളൂ. സജീവിന്റെ റിസർച്ച് ഏരിയ എനിക്ക് തോന്നുന്നു കെയോട്ടിക് സിസ്റ്റത്തിലാണെന്ന് തോന്നുന്നു. നേരത്തെ ഒരു ഹാർട്ടിന്റെ ഒരു കെയോട്ടിക് സിസ്റ്റത്തിനെ കുറിച്ച് സജീവ് കേട്ടോന്ന് എനിക്കറിയില്ല. പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ബയോളജിയാണ്. പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ, മലേറിയ, പ്ലാസ്മോഡിയം ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസ് ട്രാൻസ്പോർട്ട്. ഹാർട്ട് വേരിയബിലിറ്റിയും ആ കെയോട്ടിക് സിസ്റ്റമായിട്ടുള്ള ഒരു റിലേഷൻ ഒരാൾ പറഞ്ഞത് കേട്ടായിരുന്നു. അയ്യോ ഞാൻ കേട്ടു. ഞാനിപ്പോ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ആക്ച്വലി ആ PNAS എന്നുള്ള അവിടെ അതിന്റെ 2-3 മിനിറ്റ് മുമ്പേ ഞാൻ കേറിയത്. ഞാൻ ഓക്കെ സജീവ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല.
ബൈ ദ വേ ഞാനൊരു പട്ടിപ്രാന്തരാണ്. നിങ്ങളെ 2 പട്ടിയും കൊള്ളാം കേട്ടോ. ഗോൾഡൻ റിട്രീവർ ആൻഡ് ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡ് ബോത്ത് ഗുഡ്. താങ്ക് യു. അലക്സ് കേൾക്കാമോ? ഷാജി ഹലോ. ആ ഹായ് പറഞ്ഞോ. ഞാൻ ഈ സബ്ജക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ആയുർവേദ തിക്താനുഭവങ്ങൾ. അപ്പോൾ ആയുർവേദ ചികിത്സാ തിക്താനുഭവങ്ങൾ എന്ന് ഞാൻ ചെറുതായിട്ട് മാറ്റുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇത് എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച, ഞാൻ പ്ലസ് ടു ആയിരുന്നു, ഞാൻ ഡിഗ്രി ചെയ്യുമ്പം എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് എൻ്റെ റൂമുണ്ടായിരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഫാദർ വലിയൊരു ആയുർവേദ വൈദ്യനായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ചികിത്സകരുണ്ട്. ഒരു ദിവസം ഒരു 100-ന് മുകളിൽ അദ്ദേഹത്തിന്റെ ചികിത്സ, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, കോഴിക്കോടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നം വന്നത്, ആ സമയത്ത് ഗവൺമെന്റ് ഒരു ചെറിയ നിയമം കൊണ്ടുവന്നു, മരുന്നുണ്ടാക്കി വെക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ എന്തോ ഒരു അതോറിറ്റി വേണമെന്ന്. അദ്ദേഹത്തിന് ഏറ്റവും എളുപ്പമായ മാർഗം തോന്നിയത് മകനെ ഒരു ഡോക്ടറാക്കാനാണ്, ആയുർവേദ ഡോക്ടറാക്കുക. ഇദ്ദേഹം വളരെ നന്നായിട്ട് പഠിക്കുന്നു, വളരെ നല്ല മിടുക്കനായിരുന്നു. എൻട്രൻസ് ഒക്കെ എഴുതി നേരെ മറ്റു ഓപ്ഷനൊന്നുമില്ലാതെ ഡയറക്റ്റ് ആയുർവേദം കൊടുത്തു. ആയുർവേദത്തിന് കിട്ടി, പഠിച്ച് ഡോക്ടറായി. ചികിത്സിക്കാൻ തുടങ്ങിയ സമയത്ത് ഇദ്ദേഹം MBBS ഡോക്ടർ ആണെങ്കിലും ഇദ്ദേഹത്തിന് രോഗികളൊന്നുമില്ല. രോഗികൾ മുഴുവൻ അച്ഛനേ ഉള്ളൂ. അച്ഛൻ ഈ MBBS ഈ ഒരു ആയുർവേദ കോളേജിൽ ചേർന്ന് കണ്ടിട്ട് പോലും ഇല്ല. അദ്ദേഹത്തിന് കുറെ താളിയോല ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് നമ്മുടെ സിനിമാടന്മാരൊക്കെ സംസാരിക്കുന്ന പോലെ മരുന്നൊക്കെ അവിടുന്ന് സ്പോട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഉണ്ടാക്കുന്ന സമയത്ത് രോഗികളൊക്കെ വന്ന് എല്ലാം ഇരുന്നതിന് ശേഷമൊക്കെയാണ് അവിടെ പോയി ശങ്കര അത് വിട്ട് ഇത് വിട്ടെന്നെല്ലാം പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് വല്ലാണ്ട് കയ്യിലെടുത്ത് രോഗികളൊക്കെ ഒന്ന് അവരുടെ ഒരു അതീശമൊക്കെ ഉണ്ടാക്കി. അദ്ദേഹത്തിന് എപ്പോഴും ചികിത്സയുണ്ട്. പക്ഷേ ഡിഗ്രിയുള്ള മകന് 2-3 രോഗികളെ പോലും കിട്ടുകയില്ല. പിന്നെ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ, ജീവിക്കണമല്ലോ, ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. ഗൾഫിൽ എങ്ങനെ ഒരു വിസയൊക്കെ വാങ്ങി. ഗൾഫിൽ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഗൾഫിൽ ഇദ്ദേഹത്തിന്റെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചികിത്സിക്കാൻ പറ്റില്ല എന്ന്. അവിടെ ചെന്നത് പക്ഷെ ഒരു മസാജ് സെന്ററിലേക്ക് മറ്റേ ജോലിയായിട്ടാണ് പോകുന്നത്. എന്തായാലും അദ്ദേഹം അവിടുന്ന് ആ ജോലിയൊക്കെ രാജിവെച്ച്, ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് ജോലിയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇപ്പൊ നല്ല നിലയിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഇത് ചികിത്സയുടെ ഒന്നാമത്തെ എൻ്റെ ഒരു വളരെ അടുത്തറിയാവുന്ന ഇപ്പോൾ നല്ല സുഹൃത്താണ് ഒരു അനുഭവം എന്നുള്ളത്. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫസറാണ്, ഒരു കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡൊക്കെ ആയിട്ട് കേരളത്തിൽ നിന്ന് റിട്ടയർ ആയ ഒരു മാഷ്. അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹം MBBS ഡോക്ടറാക്കാനായിരുന്നു ആഗ്രഹം. ഒരു 3-4 തവണ എൻട്രൻസ് എഴുതി, അവസാനം MBBS കിട്ടിയില്ല, ആയുർവേദത്തിൽ കയറി. ഇദ്ദേഹം നന്നായിട്ട് അത്യാവശ്യം നല്ല ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. പഠിച്ചു കഴിഞ്ഞു വന്നപ്പം പക്ഷേ ഇദ്ദേഹത്തിന് ചികിത്സിക്കാൻ പറ്റുന്നില്ല. ഈ ഉടായ്പെല്ലാം മനസ്സിലായതോട് ഒരു രീതിയിലും ചികിത്സിക്കാൻ പറ്റാതായി. അവസാനം ഇദ്ദേഹം മരുന്നുണ്ടാക്കാമെന്ന് കരുതി മരുന്നുണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അപ്പോഴും ഇതേ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളായി. ഇദ്ദേഹം കല്യാണം കഴിച്ചതും ഒരു ആയുർവേദ ഡോക്ടർ തന്നെയായിരുന്നു. അവർക്ക് പക്ഷെ എന്തായാലും ചികിത്സിക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ചികിത്സിച്ചു. പക്ഷെ ചികിത്സയിലും വലിയ മെച്ചമൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് പിന്നെ അദ്ദേഹം പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. അതിന് പഠിപ്പിക്കാൻ വേണ്ടി PG എടുക്കാൻ വേണ്ടി ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം മുടക്കി പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ മകനെ പഠിപ്പിക്കാനും മരുമോളെ പഠിപ്പിക്കാനും ആയുർവേദ മരുന്നുണ്ടാക്കാനും എല്ലാം ആയിട്ട് ഈ ഒരു പ്രൊഫസറുടെ ജീവിതകാല സമ്പാദ്യം മുഴുവനും അതങ്ങ് തീർന്നുപോയി. ഇതാണ് എൻ്റെ ഒരു ആയുർവേദ ചികിത്സാ അനുഭവത്തിലെ ഒരു തിക്താനുഭവം എന്ന് പറയുന്നത്. എൻ്റെ അനുഭവമല്ല, ചികിത്സിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കുറച്ച് ആളുകളുടെ അനുഭവം. അപ്പൊ എനിക്ക് അതിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആയുർവേദ ഡോക്ടർമാര് ഈ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരുടെ ഇടയിൽ നിന്ന് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ ഇടയിൽ നിന്നും. അവർക്ക് നല്ല ഡയലോഗ് അടിച്ച് ഒരുപാട് ആളുകളെ പിടിക്കുക. അവർ പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആയുർവേദ ഡോക്ടർമാർ പഠിച്ചു വന്ന ഡോക്ടർമാർക്ക് അവർക്ക് എന്താ അറിയാം, അവർക്ക് കുറെ പുസ്തകങ്ങളും ഒക്കെ അല്ലേ അറിയുള്ളൂ. ശരിക്കും ഞങ്ങളാണ് ഗുരുമുഖത്ത് നിന്ന് പഠിച്ചു വന്ന ആളുകൾ. ആ ഒരു പ്രൊപ്പഗണ്ട വല്ലാണ്ടങ്ങ് വിടും. കാരണം ഈ ആയുർവേദത്തിലേക്ക് പോകുന്ന ആളുകൾ തന്നെ ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു ബേസിലാണല്ലോ പോവുക. അപ്പൊ അവരെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും, അവർ പറയുന്ന രീതിയിലൊക്കെ വെച്ചിട്ട്. ഈ കുട്ടികൾക്ക് പക്ഷെ അത്രയധികം അങ്ങോട്ട് വല്ലാണ്ടങ്ങ് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കുറെയൊക്കെ തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം എന്തായാലും നന്നായിട്ട് +2 ഒക്കെ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ ശരീരശാസ്ത്രമൊക്കെ പഠിച്ചിട്ടാണല്ലോ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എല്ലാം കൂടി തകിടം പറയുകയാണല്ലോ ചെയ്യുന്നത്. ഇവർ എത്ര അന്വേഷിച്ചാലും കാണാത്ത വാദവും പിത്തവും കഫവും എല്ലാം കണ്ടിട്ടല്ലേ അവർ ആ പട ഒരു വല്ലാത്തൊരു കയാസിൽ തന്നെയാണ് ഉള്ളത്.
അപ്പൊ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അറിയാം. ഇത് എങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോ ഇവർക്ക് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പാരമ്പര്യ വൈദ്യന്മാരും മോഹന വൈദ്യന്മാരും അതുപോലെ തന്നെയുള്ള കുറെ ആളുകളൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. താങ്ക് യു ഷാജി. അനിൽകുമാറിലേക്ക് പോകാൻ തോന്നുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം അനിൽ, പറയൂ. എനിക്ക് രണ്ട് അനുഭവ സാക്ഷ്യങ്ങളും പിന്നെ ഒരു ഇവിടെ സംസാരിച്ച ഒരാളുടെ ഒരു വിഷയം പറയാനാണ്. ആദ്യം അനുഭവ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേവരെ ലൈഫിൽ ഒരു തവണ മാത്രമേ ആയുർവേദിക് ലൈൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളൂ. അതൊരിക്കൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2014 കണ്ടിന്യൂസ് ആയിട്ട് ലേറ്റ് നൈറ്റ് TV മേ ബി ഫുട്ബോൾ മാച്ചാണെന്ന് തോന്നുന്നു കണ്ടിട്ടിരുന്നിട്ട് ബാക്കിൽ ഭയങ്കര പെയിനായി, ഇരിക്കാൻ ഒക്കുന്നില്ല, കിടക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ ആയപ്പം അത് വയനാട് വെച്ചായിരുന്നു. അപ്പം അവിടുത്തെ കുറെ പാരമ്പര്യ ആളുകൾ, അവർ മെഡിസിനൊക്കെ ഇങ്ങനെ പച്ചമരുന്നുകളുടെ ഒക്കെ ആളുകളാണ്. അവർ പറഞ്ഞു ഇവിടെ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്, അല്ലെങ്കിൽ അതിനോട് തിരുമൽ കേന്ദ്രമുണ്ട്, അവിടെ പോകാൻ പറഞ്ഞു. അപ്പൊ അത് പ്രകാരം അവിടെ പോയി അവർ കിഴി ഇട്ടു ഒരു 5 ദിവസത്തോളം. രാവിലെ ചെന്ന് ചൂട് വെക്കും, പിന്നെ എണ്ണയിട്ട് ചവിട്ടിത്തേക്കല്ല, വലിച്ച് കൈയൊക്കെ വലിച്ച് ഇട്ടി ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 5 ദിവസം ചെയ്തു. ഓരോ ദിവസവും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 1-2-3 മണിക്കൂറൊക്കെ ഒരു റിലീഫ് ഉണ്ടാവും. പക്ഷെ രാത്രിയാകുമ്പോൾ ഒരു രക്ഷയില്ല, കിടക്കാൻ ഒക്കുന്നില്ല, ഇരിക്കാൻ ഒക്കുന്നില്ല, ഒരിടത്തും നേരെ ഇരിക്കാൻ ഒക്കാത്തൊരവസ്ഥ. 4-5 ദിവസമായി. പിന്നെ എൻ്റെ ഒപ്പം ചെറിയ എന്തൊക്കെയോ ടാബ്ലറ്റും തന്നു, ഇത് കഴിച്ചോളൂ ശരിയാവുമെന്ന് പറഞ്ഞിട്ട്. 4 ദിവസം ആയപ്പോഴും ആകാതെ ഇരുന്ന സമയത്ത് അന്ന് അക്കാലത്ത് MBBS പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു കസിൻ എന്നെ യാദൃച്ഛമായിട്ട് വിളിച്ചിട്ട്, അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഇതിങ്ങനെ പറഞ്ഞു. ഞാൻ അപ്പോഴും ഇതൊരു MBBS ഡോക്ടറിന് ഡീൽ ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമുക്കന്ന് പൊതുവെ ഈ പുറമേയുള്ള ഇത്തരം ചികിത്സകളൊക്കെ തിരുമ്മലും ഒക്കെ അവർ ചെയ്യില്ലല്ലോ എന്നുള്ളൊരു ധാരണയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടി പഠിക്കുന്നതായിട്ട് കൂടി അവളപ്പോൾ പറഞ്ഞു, അയ്യോ അവരുടെ അടുത്തൊന്നും പോകരുത്, ഞാനൊരു മെഡിസിൻ പറയാം, ലൈസർ ഡി ആണെന്ന് തോന്നുന്നു, എന്തോരെണ്ണം പറഞ്ഞു. അപ്പൊ അത് ഞാൻ എന്നിട്ട് പറഞ്ഞു 2 ദിവസം കഴിച്ചിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ആസ് പെർ ദാറ്റ് ഞാൻ അതുപോലെ തന്നെ ചെയ്തു. ഫിസിയോതെറാപ്പിസ്റ്റ് എന്തൊക്കെ ജെല്ല് തേച്ചിട്ട് അതിന്റെ, അപ്പൊ ശരിക്കും നെർവ് കംപ്രഷൻ ആയിരുന്നു സംഭവം. നെർവ് കംപ്രസ്ഡ് ആയിട്ട് ഭയങ്കര സിവിയർ ആയതാണ്. അപ്പൊ അത് ആ സ്വെല്ലിംഗ് ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു 2-3-4 ദിവസം കൊണ്ട് തന്നെ അത് കുറെ വൈബ്രേഷൻ, ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ഒക്കെ ബാക്കിൽ തന്നു. അങ്ങനെ അങ്ങ് ട്രീറ്റ് ചെയ്തു. അതൊരു ഒരേ ഒരു അനുഭവമാണ്, അത് എന്റെ പേഴ്സണൽ തിക്ത അനുഭവമാണ്. പിന്നീട് ഒരിക്കലും ഞാൻ ഒരു തവണയെ പോയിട്ടുള്ളൂ, അത് മറ്റുള്ളവർ പറഞ്ഞു വിട്ടതാണ്. അപ്പം ഇത് രണ്ടാമത്തത് ശരിക്കും ഒരു കേട്ടറിഞ്ഞതാണ്. അത് നമ്മുടെ മലയാളത്തിൽ പ്രശസ്തനായ ഒരു നടൻ വളരെ അവകാലത്തിൽ മരിച്ചു പോയപ്പോൾ അദ്ദേഹം വളരെ മദ്യപാനി ആയിരുന്നത് കൊണ്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോയിസൺ എന്തൊക്കെ കയറിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ പലരെയും നമുക്കറിയാവുന്നവര് പറഞ്ഞത് ഇദ്ദേഹം നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടി തങ്കഭസ്മോ അത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുമായിരുന്നു വലിയ രീതിയിൽ. അപ്പോ അതൊക്കെ അങ്ങനത്തെ ഒരു ചർച്ച അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മളൊക്കെ അതിനെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ ക്ലബ് ഹൗസിൽ ഇത്രയും ഡിസ്കഷൻ കഴിഞ്ഞ കുറെ 2-3 ആഴ്ചയായിട്ട് കേട്ട് നമുക്കൊരു അവയർനെസ് ഉണ്ടാകുകയാണ്, ഇതിങ്ങനെ തന്നെ ആകാം. പിന്നെ ഇതിനകത്ത് വേറൊന്ന് പറയാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസത്തെ ഡിസ്കഷനകത്ത് പലപ്പോഴും ആയുർവേദ ഡോക്ടേഴ്സ് വന്നിട്ട് പറയും ഞങ്ങൾ മോഡേൺ മെഡിസിൻ, മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് എന്താണ് ഡയഗ്നോസ് ചെയ്തിട്ട് ഞങ്ങളുടെ മെഡിസിൻ കൊടുക്കുന്നു. അതെങ്ങനെ ശരിയാകുമെന്നാണ് മനസ്സിലാകാത്തത്. മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന മോഡേൺ അനാറ്റമിയുടെ സംഭവങ്ങളല്ലേ. പക്ഷെ അവരുടെ മെഡിസിൻസ് അങ്ങനല്ലല്ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹെർബൽ മെഡിസിൻ ഇതിനു വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലായിപ്പോയില്ല. അപ്പൊ അതിന് ആയുർവേദം എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു പോയിന്റ്, ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്, വൺ മിസ്റ്റർ രാജീവ് ഇവിടെ വന്ന് വളരെ ടെക്നിക്കൽ ജാർഗൺ ഒക്കെ അടിക്കുന്നതാണ്. ഐ മീൻ സിഗ്നൽ പ്രോസസ്സിങ്ങിന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്ന കേട്ടു, 1 ഡയമെൻഷണൽ ഡേറ്റ എന്നൊക്കെ. ആക്ച്വലി ഈ പുള്ളി 1 ഡയമെൻഷണൽ ഡേറ്റ എന്ന് ഉദ്ദേശിച്ചത് മോസ്റ്റ് പ്രോബ്ലി അതൊരു ഡിജിറ്റൽ ഡേറ്റ, അതിന്റെ സീക്വൻസ് മാത്രം ഉദ്ദേശിച്ചാണ് ഈ 1 ഡയമെൻഷണൽ ഡേറ്റ എന്ന് പറയുന്നത്. അതായത് ടെമ്പറൽ ഡൊമൈനിലല്ലാതെ ജസ്റ്റ് ഡേറ്റ ആയിട്ട് മാത്രമാണെങ്കിൽ ദർസ് നോ ടൈം ഇൻഫർമേഷൻ, ജസ്റ്റ് സീക്വൻസ് ഉണ്ട്. അപ്പൊ അതിനെ സിഗ്നൽ പ്രോസസ്സിങ്ങിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഇഫ് ദ ഡേറ്റ ഈസ് പ്യൂർലി റാൻഡം ദെൻ യു ക്യാൻ ഗോ ടു മെനി ഡയമെൻഷൻസ് ലൈക്ക് you can find so many second order, third order parameters like that. അതാണ് അങ്ങനെ ഇവിടെ ഇതൊന്നും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, വ്യക്തമായിട്ട് കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് പറഞ്ഞ് എല്ലാവരെയും കൺഫ്യൂഷൻ അടിപ്പിക്കുകയായിരുന്നു ആള്. പിന്നെ ഈ പറഞ്ഞ ഒരു സിംഗിൾ 1 ഡയമെൻഷണൽ ഡേറ്റയിൽ നിന്ന് എംബഡഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ കോംപ്ലക്സിറ്റിയിൽ അറിയാമെന്ന് പറയുന്നത് എന്ത് സിഗ്നൽ പ്രോസസ്സിംഗ് ആണ് അയാൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. കാരണം വെച്ചാൽ അതിനകത്ത് മിററിംഗ് എന്നുള്ളത് നമ്മൾ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മിററിംഗ്. അത് മിറർ ഫോൾഡിംഗ് എന്നൊക്കെ പറഞ്ഞ ആ ടേമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്കൊന്ന് നിങ്ങൾ ഡോക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ
നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ഒന്ന് കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ എങ്ങനെ സിഗ്നൽ ഐ മീൻ ഡിസീസ് ഡയഗ്നോസിസിലോ വാത പിത്ത കഫ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് ഇനി ഒരു സംശയമുള്ള കാര്യമാണ്. അപ്പം ഇതേപോലുള്ള ആളുകൾ വരുമ്പോൾ അവരിങ്ങനെ ഒന്ന് പൊളിച്ചടക്കാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം ഒരു ഉദാസീനത കാണിക്കുന്ന പോലെ തോന്നുന്നു. അവരെ അങ്ങനെ ഒന്ന് കത്തിക്കയറാൻ സമ്മതിക്കണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം വെച്ചാൽ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചോദ്യത്തിന് നിങ്ങൾ മറുപടി കൊടുക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറച്ചുണ്ട് ഞങ്ങൾ ഈ ഓഡിയൻസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ കൂടെ വല്ലാതെ പ്രതികരിക്കാൻ തോന്നും. ഇതെന്താണ് ഇയാൾ ഇത്രയും പറഞ്ഞിട്ട് ഇവരൊന്നും പറയാത്തത് എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പൊ എനിക്കൊരു അവസരം ഇപ്പൊ കിട്ടിയാൽ തന്നതിന് താങ്ക്സ്. അത്രേ ഉള്ളൂ. താങ്ക് യു അനിൽകുമാർ. അതിനകത്ത് ഈ FFT ഒക്കെ പറ്റി പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഫോൾഡിങ്ങിന്റെ കാര്യം ഒന്നും പറയാത്തത്. അതുപോലെ തന്നെ അത് നമ്മൾ പറയുകയും ചെയ്തു, ആ Y ആക്സിസിലുള്ള ടെമ്പറൽ ഡിമെൻഷനിലകത്ത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാത്രം മാപ്പ് ചെയ്യുന്നതാണ് ഈ ECG. അതിൽ കൂടുതൽ അതിനകത്തൊന്നും പറയാനില്ല. പുള്ളി അതിനകത്ത് എക്സാക്ട്ലി. ഇവിടെ 7 ഡയമെൻഷനൽ 12 ഡയമെൻഷനലിന്റെ വെളിയിലൊക്കെ പോയി പുള്ളി. അത് ആള് ഈ കേൾക്കുന്നവർ മുഴുവനൊന്നും ഇപ്പം കുറച്ച് മുമ്പ് അനിൽ ഇവിടെ വന്ന് കുറെ പറഞ്ഞ പോലെ തന്നെ ആളുകളെ കേൾവിക്കാരെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിപ്പിക്കും. ഇതൊക്കെ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട് എന്നൊക്കെ വരുത്താൻ വേണ്ടി ചെയ്ത മാത്രമേ. താങ്ക് യു അനിൽ. നമുക്ക് എബിനിലേക്ക് പോവാം. ഞാനിപ്പം ആ ഒരു പോയിന്റില് ബാക്കി കേട്ടിരിക്കുന്ന ഓഡിയൻസിനും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം നമ്മളീ പറഞ്ഞിട്ട് ക്ലാരിറ്റി വന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ എക്സർസൈസുകളാണല്ലോ. നമുക്കിത് പുള്ളി ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായി, നമ്മൾ ഉദ്ദേശിക്കുന്നത് പുള്ളിക്ക് മനസ്സിലായി, പക്ഷെ കേട്ടിരിക്കുന്നവർക്ക് അത് അതുകൊണ്ടാണ് പുള്ളി പതുക്കെ വിഡ്രോ ചെയ്തത്. കാര്യം പിടികിട്ടി. അല്ല ഇപ്പൊ ശ്രീഹരി നമ്മൾ കെയോട്ടിക് സിസ്റ്റം ഒക്കെ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ട് അതിനകത്ത് പറയേണ്ട കാര്യമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് മനസ്സിലായി കാണുന്നുള്ളതാണ് കാര്യം. എവിടേക്കാണ് പുള്ളി പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. എബിൻ പറഞ്ഞോളൂ. റൈറ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഈ കാലിൻ്റെ ഒരു ലിഗ്മെൻറ്റ് ടിയർ സംഭവിച്ചു. അപ്പോൾ ഇറ്റ് വാസ് എ സെക്കൻഡറി ലിഗ്മെൻറ്റ് ടിയർ. അപ്പോൾ നമുക്ക് ലിഗ്മെൻറ്റ് ടിയർ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അപ്പോൾ ഈ സെക്കൻഡറി ലിഗ്മെൻറ്റ് ടിയർ സംഭവിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള പുഷ്പഗിരി വർക്ക് ചെയ്യുന്നത്, എൻ്റെ കൂടെ സ്കൂൾ ടൈം തൊട്ട് ഒരുമിച്ചുള്ളത്, പുള്ളിയെ ഞാൻ വിളിച്ചപ്പം പുള്ളി പറഞ്ഞതിൻ്റെ അടുത്ത് ആക്ച്വലി ലിഗ്മെൻറ്റ് ടിയർ, മോസ്റ്റ് ഓഫ് ദ ലിഗ്മെൻറ്റ് ടിയർ നമ്മൾ ഈ ഒരു മസിൽസ് തമ്മിലുള്ള മൂവ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ 21 ഡേയ്സ്, അതായത് ഇപ്പം 3 ആഴ്ച നമ്മൾ ആ പർട്ടിക്കുലർ ലിഗമെൻറ്റിന് പൂർണ്ണ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ടേർഷറി ലിഗമെൻറ്റ് ടിയർ ആണെങ്കിൽ സർജിക്കലി നമുക്കതിനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട സംഭവങ്ങളെല്ലാം നമ്മൾ ഈ 21 ഡേയ്സ് നമ്മൾ പൂർണ്ണ റെസ്റ്റ് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു ബേസ് സംഭവം. അപ്പം ഞാനങ്ങനെ 21 ഡേയ്സ് ഒരു കേസ് ഇട്ടു. പിന്നെ അതിനെ ഞാൻ റിമൂവ് ചെയ്ത് ഞാനത് അതിനകത്ത് രക്ഷപ്പെട്ടു പോയി. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ തന്നെ ലിഗ്മെൻറ്റ് ടിയർ വന്ന വേറൊരു കക്ഷി, ദുബായിലുള്ളൊരു കക്ഷി, പുള്ളി ഇതിട്ട് തിരുമാനായിട്ട് പോയി. അപ്പോൾ ഈ തിരുമിൻ്റെ കാര്യം പലരും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാണ്. കാരണം നമുക്ക് ലിഗ്മെൻറ്റ് ടിയർ വരുമ്പോൾ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ലിഗ്മെൻറ്റിന് പൂർണ്ണ റെസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ലിഗ്മെൻറ്റ് ടിയർ അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ നമുക്കൊരു എക്സ്റേ എടുത്തു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ബോണിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും നമുക്ക് ആയുർവേദം വഴി നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ അവർ മോഡേൺ മെക്കാനിസം യൂസ് ചെയ്തിട്ട് അവർ അതിൻ്റേതായ രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് ഒരു മരുന്നും ആവശ്യമില്ല, സിമ്പിൾ റെസ്റ്റാണ് ആവശ്യമുള്ളത്. അവിടെ അത് കൊടുക്കാനായിട്ട് പോലും ഇവർക്ക് പറ്റാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, പിന്നെ ഞാൻ ഈ തിരുമിയ പുള്ളി പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി മോഡേൺ മെഡിസിനിൽ വന്ന് ഇതുപോലെ തന്നെ ഇത് സെറ്റായി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ തിരുമുമായിട്ട് ബന്ധപ്പെട്ട്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് മലയാളത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള നടൻ, അതായത് പുള്ളി മരിച്ചത് 30ാമത്തെ വയസ്സിലാണ്. പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളി ക്യാൻസർ വന്ന് മരിച്ചു. പുള്ളിയുടെ മരിച്ചതിൻ്റെ അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പുള്ളി ഇട്ടൊരു കാര്യമുണ്ട്: ഞാൻ മോഡേൺ മെഡിസിനിലുള്ള രീതിയിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടേനെ, ബിക്കോസ് ഐ ഓൾറെഡി റീച്ച് ദ 3rd സ്റ്റേജ് ഓർ 4th സ്റ്റേജ് ഓഫ് ക്യാൻസർ, സോ ഐ ക്യാൻ നെവർ റിക്കവർ ഫ്രം ദിസ് പോയിന്റ്. അപ്പോൾ അത് ആർക്ക് സംഭവിക്കില്ലെന്നുള്ള ഒരു ഇൻറ്റൻഷനിലാണ് പുള്ളി അവസാനത്തെ ആ പോസ്റ്റ് പുള്ളി ഇട്ടേക്കുന്നത്. അപ്പം ജസ്റ്റ് വാണ്ട് ടു ആഡ് ദാറ്റ്. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ഉദ്ദേശം. കാര്യം ഈ സമയം പാഴാക്കാതെ, വേറെ ഒരു ഇതര വൈദ്യം എന്ന് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയി സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന്
നമുക്ക് കിട്ടാവുന്ന വിദഗ്ധ ചികിത്സയ്ക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മുടെ അഭിപ്രായം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഈ സമയം കളഞ്ഞിട്ടായാലും ഇതുപോലെയുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം. ഇതിനകത്ത് നമ്മളിവിടെ ട്രീറ്റ്മെന്റോ ഡയഗ്നോസിസോ ഒന്നും അല്ല നടത്തുന്നത്. നമ്മൾ പറയുന്നത് കൃത്യമായ ചികിത്സ കിട്ടുന്ന സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളതാണ്. ഇവർ ഈ തിരുമ്മി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ആ സമയം വെറുതെ വേസ്റ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്.